Blessed assurance, Jesus is mine. Oh, what a for glory divine, here of salvation, purchase of God, born of the Spirit, washed in His blood. Shall we stand together? Blessed assurance, Jesus is mine. Oh, what a foretaste, glory divine, heir of salvation, purchase of God, born of the Spirit, washed in His blood. Come on, everyone. This is my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. One more time. This is my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. എനിക്ക് പാടും, എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാട്. Come on. തൻ കുരിശു എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാട് തൻ കുരിശു. എക്സഡസ് പാടുമോ? യേശുവൻ സ്വന്തം, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി. കണ്ടാലും സർവ്വം പുതിയതായി. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി. കണ്ടാലും സർവ്വം പുതിയതായി. Lift it up. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാട് തൻ കുരിശു എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാട് തൻ കുരി. കരങ്ങളെ
ഉയർത്തി അവസാനമായി ഒരിക്കൽ കൂടെ എനിക്ക് പാട്ട്. എനിക്ക് പാട്ടു ദൈവ കുഞ്ഞാടു താൻ കുരിശു എനിക്ക് പാട്ടു പ്രശംസയും ദൈവ കുഞ്ഞാടു താൻ കുരിശു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം, 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 മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. കുഞ്ഞാടെ, നിന്റെ രക്തം കൂടെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി കൊച്ചിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഖമാൻ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, യേശുവിന്റെ രക്തത്തിന് വില ആരാധിക്കട്ടെ. കരുണവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥകർത്താവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ ഇവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശക്തിയുള്ളവനായി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ വന്നതല്ല, ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നിന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളായതല്ല, അങ്ങ് ഞങ്ങളെ ആക്കിയതാണ്. അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അടിയൻ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ ആലോചന മഞ്ഞുപോലെ, മഴ പോലെ പൊഴിയപ്പെടുമാറാകട്ടെ. അങ്ങയുടെ ശബ്ദത്താൽ, അങ്ങയുടെ വെളിപ്പാടുകളാൽ നിന്റെ ജനം പണിയപ്പെടുമാറാകട്ടെ. അങ്ങയുടെ പണിപ്പുരയാകുന്ന അങ്ങയുടെ സഭയിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് കർത്താവ് ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക വെളിപ്പാടുകളെ കലവറകൾ തുറക്കപ്പെടുമാറാകട്ടെ. ആഴമായ സ്പർശനം ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. വലിയ നാമത്തെ മഹത്വപ്പെടുത്താം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു, നടത്ത് നയിക്കും യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായി നിന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. രാവിലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൽ നിന്നാണ് ശ്രദ്ധിച്ചത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ താഴേക്കുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. യോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരൊഴുകിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ചുറ്റും നിൽക്കുന്ന 2 പേർക്ക് ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ 5-ാം സുവിശേഷമാണ്. പറഞ്ഞേ, യു ആർ ദ 5th gospel. നിങ്ങൾ 5-ാം സുവിശേഷമാണ്. നിങ്ങൾ 5-ാം സുവിശേഷമാണ്. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയുടെ സ്തോത്രം. സംഖ്യകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രാധാന്യമുണ്ട്. 1 എന്ന് പറഞ്ഞാൽ ദൈവം. നമുക്ക് 30 മുക്കോടി അപ്പന്മാരില്ല, നമുക്ക് ഒരപ്പനേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ദൈവം. 2 എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ്. 1 will chase 1,000 and 2 will chase 10,000. 2 എന്ന് പറഞ്ഞാൽ സ്തോത്രം, അതെ, ഫെലോഷിപ്പ്. 3 എന്ന് പറഞ്ഞാൽ യൂണിറ്റി അല്ലെങ്കിൽ ട്രിനിറ്റി അല്ലെങ്കിൽ യൂണിറ്റി. സോ 3 എന്ന് പറയുന്നത് സ്തോത്രം ട്രിനിറ്റിയാണ്, യൂണിറ്റിയാണ്. 4 എന്ന് പറയുന്നത് ഭൂമിയാണ്, സൃഷ്ടിയാണ്. 4 എന്ന് പറയുന്നത് ഭൂമിയാണ്, സൃഷ്ടിയാണ്. പറഞ്ഞു വരുന്നത് സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ മനുഷ്യർക്ക് വേണ്ടി കർത്താവ് 4 എഴുതപ്പെട്ടതായ സുവിശേഷമാണ് വിശുദ്ധ പുസ്തകത്തിൽ മാറ്റിവെച്ചത്. മത്തായിൽ അവൻ രാജാവാണ്, മർക്കോസിൽ അവൻ അനുസരണയുള്ള നല്ല ദാസനാണ്, ലൂക്കോസിൽ അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്, യോഹന്നാനിൽ അവൻ ദൈവപുത്രനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? സോ മത്തായിൽ അവൻ രാജാവ്, മർക്കോസിൽ അവൻ ദാസൻ, ലൂക്കോസിൽ ഹീസ് എ കംപ്ലീറ്റ് മാൻ, ഗോഡ് മാൻ, ആൻഡ് യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ സ്തോത്രം ദൈവത്തിൻ്റെ പുത്രൻ. 4 സിംബൽസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എസെക്കിയേൽ പ്രവചനത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ 4 സിംബൽസ്, 4 ഗോസ്പൽ സിംബൽസ് നിങ്ങൾക്ക് കാണാൻ തക്കൊണ്ട് കഴിയും. സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം. വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ.
യെസ്, ഹല്ലേലൂയ. സിംഹമുഖം അത് മത്തായി, കാളമുഖം അത് മർക്കോസ്, മനുഷ്യമുഖം അത് ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്ന ദൈവപുത്രന്റെ മുഖം അത് കഴുകൻ. 4 സുവിശേഷങ്ങൾക്കായി സ്തോത്രം. ഈ 4 സുവിശേഷം ഫെയിലിയർ അല്ല, ഈ 4 സുവിശേഷം തിയറി മാത്രമല്ല, ഈ സുവിശേഷത്തിൽ പരാജയം ഇല്ല എന്ന് തെളിയുന്നത് നിന്റെയും എൻ്റെയും ജീവിതത്തിലൂടെയാണ്. സോ നമ്മൾ ഒരു ദർപ്പണമാണ്, നമ്മിലൂടെയാണ് ക്രൈസ്റ്റ് വെളിപ്പെടുന്നത് ഈ തലമുറയിൽ. സ്തോത്രം. ദൈവകൃപയാൽ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറവാൻ പ്രാഗൽഭ്യമുണ്ടാകണം. ഫോളോ മീ ആസ് എ ഫോളോ ക്രൈസ്റ്റ്. എന്നെക്കുറിച്ച് ഐ എം ടെല്ലിങ് അബൌട്ട് മീ. എന്നെ കർത്താവ് വിളിച്ചത് സ്തോത്രം വേറെ വല്ലവരെയും കുറിച്ച് പറയാനല്ല, യേശുവിനെ കുറിച്ച് പറയാനാണ്. സ്തോത്രം. അപ്പോൾ യേശു സൈഡിലല്ല ആകേണ്ടത്, യേശു സെൻട്രലിലാണ്. 2 ടെസ്റ്റ്മെന്റുകളുടെ സെൻട്രലാണ് കർത്താവ്. 2 പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് സെൻട്രലാണ്. കം ഓൺ. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യത്തിലാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനം. ക്രൈസ്റ്റ് സെൻട്രലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവ് ജനിച്ചത്. അതേ, ഇടയന്മാർ വന്നപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും മധ്യത്തിലായിരുന്നു ശിശുവിനെ കണ്ട്. കമാൺ. പുസ്തകം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറ. വിദ്വാൻമാർ വന്ന് കണ്ടപ്പോൾ മറിയയുടെയും യോസഫിൻ്റെയും മധ്യത്തിലായിരുന്നു കർത്താവ്. പുരുഷാരം വന്നപ്പോൾ ശിഷ്യന്മാരുടെ മധ്യത്തിലാണ് കർത്താവ്. ജാതികൾ വന്നപ്പോൾ പുരുഷാരത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവ്. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്ന അവസാനം ക്രൂശിലെങ്കിലും സൈഡിലൊന്നും നോക്കി അല്ല, 2 കള്ളന്മാരുടെ മധ്യത്തിലാണ് കർത്താവ്. ലോകത്തിന്റെ മധ്യസ്ഥലത്ത് തിരുവചന പ്രകാരം മരിച്ച്, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ട്, തിരുവചന പ്രകാരം ലോകത്തിന്റെ മധ്യത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് മധ്യത്തിലെ കർത്താവിന്റെ പതിവ് തെറ്റിയില്ല. ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യെസ്, യെസ്, യെസ്. അഞ്ഞൂറോളം പേർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആകാശമധ്യത്തിലേക്ക് പോയി. ആകാശമധ്യത്തിൽ പോയി വന്നാൽ ആകാശമധ്യത്തിൽ തന്നെ മടങ്ങി വരികയും ചെയ്യും. തിരുവചനം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പാട് കണ്ടപ്പോൾ 7 പൊന്നലവിളക്കുകളുടെ മധ്യത്തിലാണ് കർത്താവ്. അടുത്തിരിക്കുന്നവർ പറ, യേശു സൈഡിലല്ല. പെട്ടെന്ന് പറഞ്ഞേ. യെസ്, യേശു സൈഡിലല്ല, യേശു സൈഡിലല്ല. യേശുവിനെ സൈഡിലാക്കല്ല, യേശുവിനെ സൈഡിലാക്കല്ല. വിദ്യാഭ്യാസമല്ല സെൻട്രല്, പണമല്ല സെൻട്രല്, വിസയല്ല സെൻട്രല്, ഈവൻ ശുശ്രൂഷ പോലും അല്ല സെൻട്രല്. ക്രൈസ്റ്റ് ഓറിയന്റഡ്, ക്രൈസ്റ്റ് സെന്റേർഡ് ക്രിസ്ത്യൻസ്. കം ഓൺ, ക്രൈസ്റ്റ് സെന്റേർഡ് ക്രിസ്ത്യൻ. സോ യേശു സൈഡിലല്ല, സകലത്തിൽ ക്രിസ്തു വെളിപ്പെടണം. ഒരു കുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ അതിലൂടെ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷനിൽ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. ബിസിനസ്സിൽ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. തിന്നാൻ കുടിച്ചാൽ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. ശുശ്രൂഷയിൽ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണം. ഏതോ തീച്ചുളയിലൂടെ കടന്നു പോയാലും നോ പ്രോബ്ലം. എൻ്റെയും നിൻ്റെയും പേര് ചിലപ്പോൾ ഫ്രാങ്കിൻസെൻസ്, അതേ കുന്തിരിക്കം പോലെയായിരിക്കാം. ആ കുന്തിരിക്കത്തെ എടുത്ത് തീയിലേക്ക് ഇടുമ്പോൾ നറുമണം പുറത്തിറങ്ങുന്നത് പോലെ തീയിൽ വെള്ളത്തിൽ നമ്മൾ വീണാലും അതിലൂടെ യേശുവിന്റെ നാമം ദൈവകൃപയാൽ മഹത്വം എടുക്കണം. ചിലപ്പോൾ 120 വയസ്സ് വരെ ജീവിക്കാനൊന്നും ആയിരിക്കത്തില്ല ദൈവം നമ്മെ വിളിച്ചത്. പകരം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്തോത്രം ഒരു സാധാ വ്യക്തിയല്ല. നോ വി ആർ പ്രൊഡക്റ്റീവ് ക്രിസ്ത്യൻസ് ആൻഡ് വി സപ്പോസ് ടു ബി ദ 5th ഗോസ്പൽ. നമ്മളൊരു 5ാം സുവിശേഷമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. ചിലർക്ക് പൗലൂസ് ആയിരിക്കും ഫേവറേറ്റ്, ചിലർക്ക് ഡാനിയൽ ആയിരിക്കും. സ്തോത്രം. അങ്ങനെ ധാരാളം വ്യക്തികളുണ്ട്. അങ്ങനെ ഏറ്റവും ഫേവറേറ്റായി മുൻനിരയിൽ നിൽക്കുന്നതായ പല ക്യാരക്ടേഴ്സിൽ ഒരാളാണ് യോസഫ്. യോസഫ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. സ്തോത്രം. ഇന്ന് യോസഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോസഫിൻ്റെ ഓരോ ലൈഫിൻ്റെ സെഗ്മെൻറ്റിലും ക്രൈസ്റ്റ് വെളിപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഈ പ്രസംഗം എവിടെയും നിങ്ങൾക്ക് പോയി പ്രസംഗിക്കാം. കോപ്പിറൈറ്റ് തന്നിക്കുകയാണ്. സ്തോത്രം. അതെ, ഇതെൻ്റെ പ്രസംഗമല്ല, ശബ്ദം എൻ്റെതായിരിക്കാം, പക്ഷെ ദൂത് ദൈവത്തിൻ്റെതാണ്. വല്ലപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഇനി ഇതുകൊണ്ട് തികഞ്ഞില്ല എന്ന് വരുന്നെങ്കിൽ യൂട്യൂബിൽ 3000-ലധികം പ്രസംഗമുണ്ട്. എല്ലാം കോപ്പി അടിക്കാൻ എക്സഡസിന് അനുവാദം തന്നിക്കുകയാണ്. സോ യോസെഫിൻ്റെ ലൈഫിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും യേശു വെളിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. യോസെഫിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആർക്കാ പ്രോബ്ലം ഇല്ലാത്തത്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രോബ്ലംസ് ഒരിക്കലും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ല. പ്രോബ്ലംസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്.
അതൊരു പ്രസംഗമാണ്. ഒരിക്കൽ കൂടെ പറയാം. പ്രോബ്ലംസ്, സ്തോത്രം, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ല. പ്രോബ്ലംസ് വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം അത് സ്റ്റെപ്പിംഗ് പ്രോബ്ലമാണ്. പ്രോബ്ലംസ് വരുമ്പോൾ മനസ്സിലാക്കണം, അപ്പച്ചൻ്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ എൻ്റെ പ്രൊമോഷൻ ഓർഡർ അവൻ ഇതാ ടൈപ്പ് ചെയ്യുകയാണ്. SURESH സ്പേസ് BABU. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. കമാൻ. പ്രോബ്ലംസ് വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അപ്പച്ചൻ്റെ മാസ്റ്റർ കമ്പ്യൂട്ടർ. ഹല്ലേലൂയ. നിനക്കെതിരെ വില്ല് എടുക്കുന്നവരുണ്ട്, നിനക്കെതിരെ വില്ലില് അമ്പ് തൊടുത്ത് എയ്യുന്നവരുണ്ട്, നിനക്കെതിരെ വേലികൾ പണിയുന്നവരുണ്ട്. ആരൊക്കെ നിനക്കിട്ട് പണിതാലും ആ വേലി ഉള്ളപ്പോൾ തന്നെ, ആ വില്ലുള്ളപ്പോൾ തന്നെ, ആ അമ്പ് ഉള്ളപ്പോൾ തന്നെ അതിനെ ഓവർകം ചെയ്ത് പടരുന്ന ഒരു മുന്തിരിവള്ളിയായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഒരു ട്രാൻസ്ലേഷൻ, യോസെഫ് ഫലപ്രദമായ വൃക്ഷം എന്നതിന് യോസെഫ് ഫലപ്രദമായ മുന്തിരിവള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ സെൻറ്റൻസ് വേർഡ് ബേസ് ആയിരിക്കണം. പണ്ട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒത്തിരി റെഫറൻസ് പറയുമായിരുന്നു. പക്ഷേ ഇന്നും സ്തോത്രം ഒരു പ്രസംഗം എടുത്തു നോക്കിയാൽ മിനിമം 200-200-ലധികം റെഫറൻസ് ആ പ്രസംഗത്തിനകത്ത് നിങ്ങൾക്ക് കൂട്ടിയാൻ തൊക്കണം കഴിയാം. സ്തോത്രം. അതുകൊണ്ട് അതെ, സ്തോത്രം, വേർഡ് ബേസ് സ്പിരിറ്റ് ഫിൽഡ് ആകട്ടെ നമ്മുടെ ലൈഫും നമ്മുടെ ശുശ്രൂഷയും. ഒരിക്കൽ കൂടെ, വേർഡ് ബേസ് സ്പിരിറ്റ് ഫിൽഡ്, വേർഡ് ബേസ് സ്പിരിറ്റ് ഫിൽഡ്. നിങ്ങൾക്കതിനെ മതിൽ പണിയുന്നവരുണ്ടായിരിക്കും, വില്ലെടുക്കുന്നവരുണ്ടായിരിക്കും, അമ്പ് തൊടുക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളെ ബാധിക്കത്തേയില്ല. അത് നിങ്ങളെ ബാധിക്കത്തേയില്ല. സ്തോത്രം. നോക്ക്, യോസെഫിന്റെ ഓരോ സെഗ്മെന്റിൽ ക്രൈസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ ഗുണം കഴിയും. യോസെഫ് എന്ന പദത്തിന്റെ അർത്ഥം അബൻഡൻസ് എന്നാണ്. എഴുതി കിടക്കണം. യോഹന്നാൻ 10:10. സ്തോത്രം. യോസെഫ് എന്ന പദത്തിന്റെ അർത്ഥം അബൻഡൻസ് എന്നാണ്. അബൻഡൻസ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, അബൻഡൻസ്. എല്ലാ കടഭാരങ്ങളെ ശാസിക്കുന്നു. സ്തോത്രം. മേലാൽ നിങ്ങൾ മറ്റുള്ളവർ മുൻപിൽ താ എന്ന് പറഞ്ഞ കൈ താഴെ വെച്ച് നിൽക്കത്തില്ല. അബൻഡൻസ് വെളിപ്പെട്ടാൽ നിങ്ങളുടെ കൈ മേലെയായിരിക്കും. ആയിരങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഒരു അബണ്ടൻസ് കർത്താവ് ഈ ദിവസങ്ങളിൽ ലൈഫ് ലോങ് അബണ്ടൻസ് ആയി കുടുംബങ്ങളിൽ, വ്യക്തികളെ കർത്താവ് റിലീസ് ചെയ്യട്ടെ. യേശു വന്നത് ലൈഫ് മോർ അബണ്ടൻസ്, ജീവനും സമൃദ്ധിയായ ജീവനും പകരുവാനാണ് കർത്താവ് വന്നത്. സോ ജോസഫ് എന്ന പദത്തിനർത്ഥം അബണ്ടൻസ് എന്നാണ്. യോസെഫ് തൻ്റെ അപ്പനാകുന്ന, യോസെഫിൻ്റെ അപ്പൻ്റെ പേരെന്ന സ്തോത്രം, യോസെഫിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബ്. സ്തോത്രം. അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു യോസെഫ്. സ്തോത്രം. അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് യോസെഫ് എന്നതുപോലെ പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു കർത്താവ് യേശു. നോക്കേ, ക്രൈസ്റ്റ് വെളിപ്പെടുന്ന നോക്കേ, അപ്പനാകുന്ന യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് യോസെഫ്. പിതാവായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു, സ്തോത്രം, ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കർത്താവ് യേശു. യോർദാന്റെ കരയിൽ വെച്ച് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, ശുശ്രൂഷയുടെ മധ്യത്തിൽ പറഞ്ഞു, മറുരൂപമരികിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ശുശ്രൂഷയുടെ അവസാനത്തും യെരൂശലേം കോംപ്ലക്സിൽ, ടെമ്പിൾ കോംപ്ലക്സിൽ വെച്ച് പറഞ്ഞു, എൻ്റെ നാമം നിന്നിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ശുശ്രൂഷയുടെ ആരംഭത്തില്, ശുശ്രൂഷയുടെ മധ്യത്തില്, ശുശ്രൂഷയുടെ അവസാനത്തില്, സ്തോത്രം, യേശു മാൻ പ്ലീസർ അല്ലായിരുന്നു, യേശു ഗാഡ് പ്ലീസർ ആയിരുന്നു. പിതാവായ ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചു നടന്നു എങ്കിൽ എനിക്കും നിനക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. സ്തോത്രം. വിളിച്ച പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ല, അയച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ. അപ്പന് പ്രിയപ്പെട്ടവനായിരുന്നു യോസെഫ്, പിതാവിന് പ്രിയപ്പെട്ടവനായിരുന്നു കർത്താവ് യേശു. വീണ്ടും നോക്കിയേ, സ്തോത്രം, ക്രൈസ്റ്റ് യോസെഫിൽ വെളിപ്പെടുന്നു. നോക്ക്, തിരുവചനം പറയുന്നു, അപ്പൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസെഫിനെ പറഞ്ഞയച്ചു. ആ പ്രദേശത്തിന്റെ പേരാണ് ഷേഖേം. എല്ലാവരും പറഞ്ഞാട്ടെ, ഷേഖേം. പുതിയ നിയമത്തിൽ ആ സ്ഥലത്തിന്റെ പേര് ശമരിയ എന്നായി. ഇന്ന് ആ സ്ഥലത്തിന്റെ പേര് വെസ്റ്റ് ബാങ്ക് എന്നാണ്. സ്തോത്രം. സോ ഷേഖേം എന്ന് പഴയ നിയമത്തില്, പുതിയ നിയമത്തിലെ ശമരിയ എന്ന്, ഇന്ന് സ്തോത്രം അത് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നതായ ആ സ്ഥലത്തേക്ക് അപ്പനാകുന്നതായ യാക്കോബ് യോസെഫിനെ പറഞ്ഞയച്ചു. അപ്പൻ സ്തോത്രം യോസെഫിനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് അയച്ചു.
ഒരു മിഷണറിയായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പിതാവായ ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ട്, സ്തോത്രം, സെറാഫുകളുണ്ട്, അതേ സ്തോത്രം, അത് കെരൂബുകളുണ്ട്. അവരാരെയും അവൻ സ്തോത്രം മിഷണറിയാക്കിയില്ല. പിതാവായ ദൈവത്തിന് ഒരൊറ്റ പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ പുത്രൻ മിഷണറിയായി. യേശുവിൻ നാമത്തിൽ ദൂത് ഇതാണ്: നിന്റെ മക്കൾ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം, CPA ആയിരിക്കാം, അവരാരാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ മിഷണറി തലമുറയാണ്. നിന്റെ വീട് ശാപത്തിന്റെ വീടല്ല, ദുരിതത്തിന്റെ വീടല്ല, അതേ ആത്മഹത്യയുടെ വീടല്ല, സ്തോത്രം, അതേ പ്രിമച്ചർ ഡെത്തിന്റെ വീടല്ല. പകരം യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട് സ്വർഗത്തിന്റെ ലാഭമാണ്, നരകത്തിന്റെ ഭീഷണിയാണ്. നിന്റെ ഭവനത്തിൽ നിന്ന് ശക്തന്മാരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ ദൈവകൃപയാൽ എഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ മക്കൾ ദൈവവചനം പ്രസംഗിക്കും, നിന്റെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കുക, നിന്റെ മക്കൾ രോഗികളെ സൗഖ്യമാക്കുക, നിന്റെ മക്കൾ ചർച്ചസിനെ സ്ഥാപിക്കുക, നിന്റെ ചർച്ചസ് നിന്റെ കുഞ്ഞുങ്ങൾ കിങ്ഡം ബില്ലേഴ്സായി, നിന്റെ കുഞ്ഞുങ്ങൾ കിങ്ഡം ബില്ലേഴ്സായി ദൈവത്തിന്റെ കൃപയാൽ നിൽക്കും. ഇത് സാധാരണ സഭയല്ല, ഇതൊരു മിഷണറി സഭയാണ്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസേഫ് കടന്നു വന്നപ്പോൾ യോസേഫിന് പല നിറത്തിലുള്ളതായ അങ്കിയാണ് യോസേഫ് ഇട്ടിരുന്നത്. തൽമൂദ് പറയുന്നു 12 നിറത്തിലുള്ളതായ അങ്കിയായിരുന്നു. 12 നിറം അവൻ്റെ കോട്ടിനുണ്ടായിരുന്നു. കാരണം ഇസ്രായേലിന് 12 ട്രൈബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകൃപയാൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മേലാൽ നിനക്ക് സിംഗിൾ കളർ അല്ല, നീ ഒരു മൾട്ടി കളർ അനോയിന്റിങ് ചുമക്കുന്നവനായിരിക്കും. യെസ്, ഞാനത് വീണ്ടും പറയും. സ്തോത്രം. സോ പല നിറത്തിലുള്ള അങ്കി ചുമന്ന് അവൻ കടന്നു വന്നപ്പോ സിംഗിൾ കളർ മാത്രം ഇട്ട് നിന്നതായ സഹോദരന്മാർക്ക് ഗിറ്റാർ വായിച്ച് നല്ല ചൊറിഞ്ഞു. സ്തോത്രം. തിരുവചനം പറയുന്നു സഹോദരന്മാരുടെ അടുക്കലേക്ക് അയച്ചു. സഹോദരന്മാർക്ക് ജലസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാർ അവൻ്റെ ഔട്ടർ കോട്ടിനെ ഊരിയെടുത്തു. ഒരിക്കൽ കൂടെ, സഹോദരന്മാർ അവൻ്റെ ഔട്ടർ കോട്ടിനെ ഊരിയെടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. പുറത്തെ മനുഷ്യനെ ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും, പക്ഷെ നിന്റെ അകത്തെ മനുഷ്യനെ തൊടുവാൻ കഴിയത്തില്ല. യോസേഫിന്റെ പുറത്ത് കിടന്ന കോട്ടിനെ ഊരി, പക്ഷെ അകത്ത് കിടന്ന സ്വപ്നത്തെ മോട്ടിക്കാൻ പറ്റിയില്ല. പുറത്തുള്ളതായ കോട്ട് അപ്പനിട്ടതാണ്, ലോക്കൽ അപ്പനിട്ട, ഈ ലോകത്തിലുള്ള അപ്പനിട്ടത് മനുഷ്യന് മോഷ്ടിക്കാൻ കഴിയും. അല്ലെങ്കിൽ ലോക്കൽ അപ്പന്, വീട്ടിലെ അപ്പനിട്ടത്, ഈ ലോകത്തിലെ അപ്പനിട്ടത് മനുഷ്യന് ഊരി മാറ്റുവാൻ കഴിയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇമ്പാർട്ട് ചെയ്തത്, സ്തോത്രം, ശത്രുവിന് ഒരിക്കലും മോഷ്ടിപ്പാൻ കഴിയത്തില്ല. ദൂതിതാണ്, നിന്റെ അഭിഷേകത്തെ ആർക്കും മോഷ്ടിപ്പാൻ കഴിയത്തില്ല, നിന്റെ വാഗ്ദത്തങ്ങളെ ആർക്കും മോഷ്ടിപ്പാൻ കഴിയത്തില്ല, നിന്റെ പ്രൊഫസിയെ ആർക്കും മോഷ്ടിപ്പാൻ കഴിയത്തില്ല. കമാൻ അതുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ശത്രുവിന് നിന്റെ വാഗ്ദത്തങ്ങളെ, നിന്റെ ദർശനങ്ങളെ, നിന്റെ സ്വപ്നങ്ങളെ ഒരിക്കലും മോഷ്ടിപ്പാൻ കഴിയത്തില്ല. സ്വപ്നങ്ങൾ, ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളും ദർശനങ്ങളും ഉള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഊരിയെടുത്ത കോട്ടില് ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തത്തെ പുരട്ടി അപ്പന്റെ മുൻപിൽ ഇങ്ങനെ, സ്തോത്രം, അതെ, അവർ ഉയർത്തി കാട്ടി. നമുക്കറിയാം, സ്തോത്രം, സെയിം തിങ് യേശു കർത്താവിൽ വെളിപ്പെട്ടു. യേശുവിന്റെ വസ്ത്രത്തെ മാറ്റി നഗ്നനായവനെ ക്രൂശിന്മേൽ ക്രൂശിച്ചു. ഒരിക്കൽ കൂടെ, യോസേഫിന്റെ കോട്ടിനെ ഊരിയതുപോലെ യേശുവിനെയും വിവസ്ത്രനായി, സ്തോത്രം, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, യേശുവിനെ നഗ്നനായി ക്രൂശിന്മേൽ, സ്തോത്രം, ക്രൂശിച്ചു. പാസ്ഓവർ ദിനത്തിന്, ജോസഫസ് പറയും, പാസ്ഓവർ ദിനത്തിന് യെരൂശലേമിൽ 2 ലക്ഷം ആൾക്കാരാണ് കൂടി വരുന്നത്. നിസ്സാൻ മാസം 14-ാം തീയതി, മീനിങ് പാസ്ഓവർ ദിനത്തിനാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. 1000 10,000 ആൾക്കാർ നിശ്ചയമായി 2 കള്ളന്മാരുടെ നടുവിൽ ഗോൽഗോഥയിൽ വിവസ്ത്രനായി യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് 10,000 ആൾക്കാർ കണ്ടിരിക്കും. എന്തുകൊണ്ട് അവൻ നഗ്നനായി ക്രൂശിക്കപ്പെട്ടു? നിന്റെ നിന്ന അവൻ ഏറ്റെടുത്തു. യേശു നിന്റെ നിന്ന ഏറ്റെടുത്തത് കൊണ്ട് നിന്ദിക്കുന്ന ജനത്തിന്റെ നടുവിൽ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. സകല നിന്ദകളും ജീവിതങ്ങളിൽ നിന്ന് ഉരുണ്ടു മാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് സകല നിന്ദകൾ ഉരുണ്ടു മാറട്ടെ. ഇത് റിപ്രോച്ച്, നിന്ദയുടെ ദിനങ്ങളല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. സഹോദരി സഹോദരന്മാർ, ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. ഈ പുസ്തകത്തിലെ കർത്താവിന് വേണ്ടി നിന്നു എങ്കിൽ നിനക്കും നിന്റെ സന്താനത്തിന് വേണ്ടി ദൈവം നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും.
അതുമാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. യോസെഫിന്റെ കോട്ടിനെ ഊരി യേശു കർത്താവിന്റെ വസ്ത്രത്തെ മാറ്റി. യോസെഫിന്റെ കോട്ടിനെ ഉയർത്തി കാണിച്ചിട്ട് മൃഗത്തിന്റെ രക്തത്തോടൊപ്പം പറഞ്ഞു, നോ മോർ ജോസഫ്. യോസെഫ് ഇല്ല, അവൻ മരിച്ചുപോയി. യോസെഫിന്റെ വസ്ത്രത്തെ കാണിച്ചിട്ട് യേശുവിന്റെ മരണം അവന്റെ ജ്യേഷ്ഠന്മാർ കള്ളസാക്ഷികൾ പറഞ്ഞു. എന്നാൽ സ്തോത്രം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ യോസെഫിന്റെ കല്ലറയിൽ, അതേ സ്തോത്രം, അരിമത്തയിലെ യോസെഫിന്റെ കല്ലറയിൽ ചിതറിക്കിടക്കുന്ന വസ്ത്രത്തെ കാണിച്ചിട്ട്, സഹോദരന്മാർ, വസ്ത്രത്തെ കാണിച്ചിട്ട് യോസെഫിന്റെ മരണം പറഞ്ഞു. ഇവിടെ കിടക്കുന്ന യോസെഫിന്റെ കല്ലറ വസ്ത്രത്തെ കാണിച്ചിട്ട് ദൂതന്മാർ പറഞ്ഞു, വന്നു നോക്ക്, അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യാക്കോബിന്റെ മകൻ യോസെഫിന്റെ വസ്ത്രത്തെ കാണിച്ചിട്ട് മരണം പറഞ്ഞെങ്കിൽ, ദൈവപുത്രനായ യേശുവിന്റെ വസ്ത്രത്തെ കാണിച്ചിട്ട് മരണമല്ല പറഞ്ഞത്, ഉയർപ്പത്രേ പറഞ്ഞത്. സ്തോത്രം. 5-ാം സുവിശേഷമാണ് നമ്മുടെ ജീവിതം. സ്തോത്രം. യോസെഫിലൂടെ ഒരു 5-ാം സുവിശേഷം സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. യോസെഫിനെ ഫാൾസ്ലി അക്യൂസ് ചെയ്തിട്ടാണ്, കുറ്റാരോപണം നടത്തിയിട്ടാണ് അവനെ ജയിലിലേക്ക് സ്തോത്രം അയച്ചത്. യോസെഫിനെ ഫാൾസ്ലി അക്യൂസ് ചെയ്തിട്ടാണ് അവനെ ജയിലിലേക്ക് അയച്ചത്. ഹേ, നിങ്ങൾ വ്യക്തികളാൽ ഫാൾസ്ലി അക്യൂസ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ സ്തോത്രം ജീവിതങ്ങളാൽ ഫാൾസ്ലി അക്യൂസ് ചെയ്യപ്പെടുന്നെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ശ്രദ്ധിക്ക്, ഒറ്റ കാറ്റ് മതി ആ പൊടികൾ മുഴുവൻ പാറിപ്പോകാൻ. അതൊന്നും നിലനിൽക്കത്തില്ല. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. യോസെഫിനെ ഫാൾസ്ലി അക്യൂസ് ചെയ്തു, അവനെ ജയിലിൽ വിട്ടു. യേശു കർത്താവിനെ ഫാൾസ്ലി അക്യൂസ് ചെയ്തു. 5 കോടതികളിൽ 6 പ്രാവശ്യം സ്തോത്രം മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരിക്കൽ കൂടെ 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. സ്തോത്രം. പ്രവചനാത്മാവിൽ ഞാൻ കാണുന്നു, നിന്റെ ജീവിതമാക്കുന്ന പറമ്പില്, നിന്റെ ജീവിതമാക്കുന്ന വിളനിലത്ത് വേഷച്ചെടി പോലെ ഉയർന്നു നിൽക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതമാകുന്നതായ പറമ്പിൽ, വീട്ടിൽ, പ്രോപ്പർട്ടി ആകട്ടെ, മറ്റു തര കാര്യങ്ങളാകട്ടെ, വിഷച്ചെടി പോലെ വളർന്നു നിൽക്കുന്നതായ ചെടികൾ ഉണ്ടെങ്കിൽ, ആണിപ്പഴുതുള്ള കരം ഇറങ്ങി വന്ന് അതിനെ അപ്രൂട്ട് ചെയ്യുകയാണ്. യോസെഫിനെ ഫാൾസ്ലി അക്യൂസ് ചെയ്തു, യേശു കർത്താവിനെയും ഫാൾസ്ലി അക്യൂസ് ചെയ്തു. യോസെഫിനെ വിദേശത്തേക്ക് വിൽക്കുവാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത് അവൻ്റെ 4ാമത്തെ സഹോദരനാണ്. പറഞ്ഞോട്ടെ, യോസെഫിന്റെ 4ാമത്തെ സഹോദരന്റെ പേരെന്താ? യോസെഫിനെ സ്തോത്രം അതേ വിദേശത്തേക്ക് വിൽക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത രൂബേനല്ല, ശിമിയോനല്ല, ലേവിയല്ല, പിന്നെ അവനെ ആരാണ്? യൂദയാണ്. എബ്രായ ഭാഷയിൽ യൂദ എന്നല്ല പറയുന്നത്, സ്തോത്രം, അതെ, യഹൂദ എന്നല്ല പറയുന്നത്, യൂദ എന്നാണ് പറയുന്നത്. സോ യോസെഫിന് ഒരു യൂദ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ, യോസെഫിന് ഒരു യൂദ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 5-ാം സുവിശേഷമാണ്. യോസെഫിന് ഒരു യൂദയുണ്ട്, യേശുവിന് ഒരു യൂദയുണ്ട്. സ്തോത്രം, കൊച്ചിയിൽ നിനക്കൊരു യൂദയുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കാതെ എന്നെ നോക്ക്. കമാൺ 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 കമാൺ. അടുത്തിരിക്കുന്നവർ നോക്കാതെ എന്നെ നോക്ക്. സ്തോത്രം. യോസെഫിനൊരു യൂദയുണ്ട്, യേശുവിനൊരു യൂദയുണ്ട്, കൊച്ചിയിൽ നിനക്കൊരു യൂദയുണ്ട്. അത് നിന്റെ സ്തോത്രം അതേ കോളിങ്ങിന്റെ ആ പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. യോസെഫിന്റെ അടുക്കിലേക്ക് ചേച്ചി സ്തോത്രം ടെംപ്ടേഷനുമായി കടന്നു വന്നപ്പോൾ, സ്തോത്രം അതെ, യോസെഫിന്റെ അടുക്കിലേക്ക് മാഡം ടെംപ്ടേഷനുമായി കടന്നു വന്നപ്പോൾ, സ്തോത്രം, യോസെഫ് ആ ടെംപ്ടേഷനെ എതിർത്ത് നിന്ന്. യോസെഫ് ദൈവത്തിന്റെ കൃപയാൽ ആ ടെംപ്ടേഷനെ, ആ പരീക്ഷയെ എതിർത്ത് നിന്ന്. സ്തോത്രം. ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, പരീക്ഷ കടന്നു വരുമ്പോൾ, പാപം കടന്നു വരുമ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കരുത്, ഓടിക്കോ. പാപം കടന്നു വരുമ്പോൾ, ടെംപ്ടേഷൻ കടന്നു വരുമ്പോൾ ആ റൂമിൽ നിൽക്കരുത്, ആ സ്ഥലത്ത് നിൽക്കരുത്, ഓടിക്കോ. അവൻ ഓടിയത് ജയിലിലേക്കല്ല, അവൻ ഓടിയത് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ്. പൗലോസ് പുതിയ നിയമത്തിൽ പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടി. സ്തോത്രം. യോസെഫിന്റെ അടുക്കലേക്ക് ടെംപ്ടേഷൻ കടന്നു വന്നപ്പോൾ യോസെഫ് അതിനോട് എതിർത്തു നിന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ മരുഭൂമിയിൽ പരീക്ഷകൻ യേശു കർത്താവിന്റെ അടുക്കലേക്ക് പരീക്ഷയുമായി കടന്നു വന്നു, കല്ലിനെ അപ്പമായി തീരുവാൻ പറയാൻ. സ്തോത്രം. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെയും കാണിക്കാം, നീ എന്നെ വീണ് നമസ്കരിക്കുക. ദേവാലയത്തിന്റെ മേലെ നിന്ന് താഴേക്ക് സൂപ്പർമാനെ പോലെ, സ്പൈഡർമാനെ പോലെ താഴേക്ക് ചാടി വാ. യേശു ഒരഭ്യാസവും കാണിച്ചില്ല. യേശു കർത്താവ് പരീക്ഷയെ എതിർത്തതുപോലെ ദൈവത്തിന്റെ കൃപയാൽ രഹസ്യത്തിൽ പരീക്ഷയെ എതിർക്ക്, പരസ്യത്തിൽ നിനക്ക് മാന്യതയുണ്ടായിരിക്കും. സ്തോത്രം. 5-ാം സുവിശേഷം കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. സ്തോത്രം. യോസെഫ് ജയിലിൽ വീണപ്പോൾ, യോസെഫ് ജയിലിൽ കിടന്നപ്പോൾ 2 ക്രിമിനൽസ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. യോസെഫ് ജയിലിലേക്ക് വീണപ്പോൾ 2 ക്രിമിനൽസ് സ്തോത്രം അതെ അവനോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. യേശു കർത്താവ് ഗോൽഗോത്തയിൽ ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ 2 ക്രിമിനൽസ് യേശു കർത്താവിനോട് കൂടെ ഇടതും വലതും ഉണ്ടായിരുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യേശു കർത്താവിനോട് കൂടെ ക്രൂശിൽ ഇടതും വലതും 2 ക്രിമിനൽസ് ഉണ്ടായിരുന്നു. ഒരുത്തൻ തട്ടിപ്പോയി, മറ്റവൻ രക്ഷപ്പെട്ടു.
Oh, come on. Hallelujah. Same drama repeated. Same drama repeated. അതേ കാര്യം തന്നെ ആവർത്തിച്ചു. അപ്പക്കാരൻ്റെ പ്രമാണിയുമുണ്ടായിരുന്നു, പാനപാത്രവാഹകനുണ്ടായിരുന്നു. അപ്പം അത് ശരീരത്തെ കാണിക്കുന്നു, പാനപാത്രത്തിന്റെ വീഞ്ഞ് അത് രക്തത്തെ കാണിക്കുന്നു. വേദപുസ്തകം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, അപ്പം അത് ശരീരത്തെ കാണിക്കുന്നു, പാനപാത്രം അത് യേശുവിൻ്റെ രക്തത്തെ കാണിക്കുന്നു. കേക്ക് സ്തോത്രം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റുമിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ അവൻ തകർക്കപ്പെട്ടു, അവൻ്റെ ശരീരത്തിൽ അവൻ മുറിവേറ്റു. അതിനർത്ഥം അവൻ്റെ ശരീരം ശിക്ഷിക്കപ്പെട്ടു. അതല്ലേ ആ ജയിലിൽ നടന്നത്? അപ്പക്കാരൻ്റെ പ്രമാണി അവൻ തൂക്കപ്പെട്ടു, അവൻ ശിക്ഷിക്കപ്പെട്ടു. വീണ്ടും സ്തോത്രം, യേശുവിൻ്റെ ശരീരം ഖണ്ഡം ചെയ്യപ്പെട്ടു, യേശുവിൻ്റെ ശരീരം ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ രക്തത്തെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. അവൻ മനസ്സിലാക്കുന്നോ? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ രക്തം. ഒരിക്കൽ കൂടെ എപ്പോഴാണ് യേശുവിൻ്റെ രക്തമെന്ന് നിന്റെ വീട്ടിൽ നീ പറയുന്നത്, നിന്റെ ജില്ലയിലെ മുഴുവൻ ഭൂതത്തിനും മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ രക്തമെന്ന് നീ പറയുമ്പോൾ സകല ദേശാധിപതി ശക്തിയും നടങ്ങുകയാണ്. ഹല്ലേലൂയ. അപ്പക്കാരുടെ പ്രമാണി സ്തോത്രം അത് ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ പാനപാത്ര വാഹകൻ ഉയർത്തപ്പെട്ടു. അവൻ സ്തോത്ര ഫറവോന്റെ സന്നിധിയിൽ നിന്നിട്ട് പാനപാത്ര വാഹകൻ യോസേഫിന് വേണ്ടി സംസാരിക്കുകയാണ്. സുവിശേഷം പറയട്ടെ. പാനപാത്ര വാഹകൻ സ്തോത്രം അതേ ഫറവോന് വേണ്ടി, ഫറവോന്റെ സന്നിധിയിൽ നിന്ന് യോസേഫിന് വേണ്ടി സംസാരിക്കുന്നു പോലെ ഒരിക്കൽ കൂടെ പാനപാത്ര വാഹകൻ ഫറവോന്റെ മുൻപിൽ നിന്ന് യോസേഫിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് രക്തമല്ല, സ്വന്തം രക്തം വെച്ച് യേശു നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം നിനക്കായി സംസാരിക്കുന്ന, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം നിനക്കായി സംസാരിക്കുന്ന. അബ്രഹാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകതയാണ്, അബ്രഹാമിന്റെ കുടുംബത്തിന്റെ അതേ ട്രഡീഷനാണ്, അവർ ജാതിയിൽപ്പെട്ടവരെ വിവാഹം ചെയ്യുകയില്ല. മീനിങ് അവിശ്വാസികളെ വിവാഹം ചെയ്യുകയില്ല. സ്തോത്രം. കാരണം ഇരുളിനും വെളിച്ചത്തിനും ഒരുമിച്ച് പാർക്കാൻ കഴിയത്തില്ല. ഓ കമാൺ, ഹല്ലേലൂയ. ദൈവം വേർപാടിൻ്റെ ദൈവമാണ്. ദൈവം കരയെ വെള്ളത്തിൽ നിന്ന് വേർപിരിച്ചു, ദൈവം രാത്രിയെ പകലിൽ നിന്ന് വേർപിരിച്ചു, ദൈവം ഇരുട്ടിനെ വെളിച്ചത്തിൽ നിന്ന് വേർപിരിച്ചെങ്കിൽ കൊച്ചിയിൽ വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ ഒരു വേർപാടുണ്ട്. സ്തോത്രം. അതെ, ദൈവം മിക്സറിന്റെ ദൈവമല്ല, ദൈവം വേർപാടിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നേരെ നിന്നാട്ടെ, ദൈവത്തിന് വേണ്ടി നേരെ നിന്നാട്ടെ. ദൈവത്തിന് വേണ്ടി നേരെ നീ നിന്നാൽ നിന്റെ തീ ചൂളയിൽ നാലാമനായിട്ടല്ല, ഒന്നാമനായിട്ട് അവൻ ഇറങ്ങി നിൽക്കും. ഞങ്ങൾ ആ തീച്ചൂളയിൽ വീഴുന്നതിന് മുൻപേ ഇമ്മാനുവേൽ ഇറങ്ങി നിന്നു. ഞങ്ങൾ അവിടെ കയറുന്നതിന് മുമ്പേ ഇമ്മാനുവേൽ, അവൻ പുറത്തു വന്നിട്ടില്ല കേട്ടോ, അവൻ പുറത്തു വന്നിട്ടില്ല. ആ പിള്ളേരെ പുറത്തു വന്നിട്ടുള്ളൂ, അവൻ പുറത്തു വന്നിട്ടില്ല. ധൈര്യമായിരിക്കെ, അവൻ ഇന്നും അകത്ത് നിൽപ്പുണ്ട്. നാളെ നിനക്ക് എന്തെങ്കിലും തീ ഉണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാര്യം എന്ത്? എൻ്റെ കർത്താവ് അവിടെ ഓൾറെഡി എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ ഭാവിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ച, അടുത്ത മാസത്തിൽ എൻ്റെ കർത്താവ് ഇമ്മാനുവേൽ എനിക്ക് മുൻപായി ഇറങ്ങിയിട്ടുണ്ട്. തിരുവചനം പറയുന്നു, സ്തോത്രം. അതെ, സ്തോത്രം. അതെ, യോസഫ് സ്തോത്രം. അത് യോസഫിൻ്റെ വസ്ത്രത്തെ ഉയർത്തി കാണിച്ചിട്ട് അവർ പറഞ്ഞു, സ്തോത്രം, യോസഫ് ചത്തുപോയി. പക്ഷേ സ്തോത്രം, ദൂതന്മാർ യേശുവിൻ്റെ ചിതറിക്കിടക്കുന്ന വസ്ത്രത്തെ കാണിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, നോ, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യോസഫ് ഉയർത്തപ്പെട്ട പ്രധാനമന്ത്രിയായപ്പോൾ he started fed the nations. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനതം 100% കാണാൻ പോവാ. യാക്കോബിന്റെ സന്തതികളെ, യഹൂദന്മാരെ യോസഫ് പോഷിപ്പിച്ചു, മറ്റ് രാജ്യങ്ങളെ അവനെ പോഷിപ്പിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, Jews and Gentiles, യഹൂദന്മാരെയും ജാതികളെയും ജാതി. കാരണം തിരുവചനം പറയുന്നു, അബ്രഹാമിന്റെ സന്തതികളൊക്കെ കർത്താവ് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഓ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. So Joseph പ്രധാനമന്ത്രിയായപ്പോൾ he started feeding nations of the world as well as the Jewish people. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ മണിക്കൂറോളം പറഞ്ഞു കേൾക്കാൻ തക്ക കഴിയും. എന്നാൽ വാച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. യോസഫിന്റെ അടുക്കലേക്ക് സഹോദരന്മാർ ആദ്യം വന്നു. 2 വിസിറ്റാണ് അവർക്കുണ്ടായിരുന്നത്. യോസഫിന്റെ അടുക്കലേക്ക് സഹോദരന്മാർ ആദ്യം വന്നപ്പോൾ യോസഫ് നമ്മുടെ സഹോദരൻ അവർക്ക് മനസ്സിലായില്ല. ഒരിക്കൽ കൂടെ യോസഫിനെ സഹോദരന്മാർ
ഹഗാർ ആദ്യം വിസിറ്റ് ചെയ്തപ്പോ ഫസ്റ്റ് വിസിറ്റിൽ എത്രാമത്തെ വിസിറ്റ്? ഫസ്റ്റ് വിസിറ്റിൽ മനസ്സിലായില്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഡ്രാമ റിപ്പീറ്റ് ചെയ്തു. പറഞ്ഞാട്ടെ, ഡ്രാമ റിപ്പീറ്റ് ചെയ്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ തന്നെ വാഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അവന്റെ ഒന്നാമത്തെ വരവെങ്കിൽ മനസ്സിലായില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവരുടെ സെക്കൻഡ് വരവിൽ അവർക്ക് മനസ്സിലായി, യവൻ പരിചയമില്ലാത്തവനല്ല, ഇവൻ നമ്മുടെ സഹോദരൻ യോസെഫാണ്. രണ്ടാമത്തെ വരവെങ്കിൽ അവർക്ക് മനസ്സിലായി, ഇവൻ നമ്മുടെ സഹോദരൻ യോസെഫാണ്. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, യേശു കർത്താവ് വീണ്ടും വരുന്നുണ്ട്. 2000 വർഷങ്ങൾക്കും അന്ന് വന്ന കർത്താവ് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുന്നുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലിറ്റിൽ ബേബി, ചെറിയ കുഞ്ഞായിട്ടാണ് അവൻ വന്നത്. അന്ന് കുഞ്ഞായി വന്നവൻ ഇനി രാജാവായി കർത്താവായി വേഗം വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് കുഞ്ഞായി വന്നപ്പോൾ ആ പുൽത്തൊഴുത്തിലേക്ക് എല്ലാവരും കുനിഞ്ഞു നോക്കി. എന്നാൽ ഇനി രാജാവായി അവൻ വരുമ്പോൾ സകലരും തല ഉയർത്തി മധ്യാകാശത്തിൽ നോക്കുവാൻ പോകുന്നു. അന്നവൻ ദൈവത്തിന്റെ കുഞ്ഞാടായി വന്ന് he came as the lamb of God. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നു. പക്ഷേ ഇനി അവൻ വരുവാൻ വേണ്ടി പോകുന്നത് he is going to appear as a lion of Judah. ഇനി അവൻ സ്തോത്രം യഹൂദ ഗോത്രത്തിലെ സിംഹമായി വരുവാൻ വേണ്ടി പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നവൻ പാപികൾക്ക് വേണ്ടി വന്നു. എന്നാൽ ഇനി അവൻ വരുന്നത് പാപം കൂടാത്ത വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ അതേ ലോകം അവനെ തള്ളി. എന്നാൽ സ്തോത്രം, ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ ആർക്കും അവനെ തള്ളാൻ കഴിയത്തില്ല. എല്ലാവരെ ഉൾക്കൊണ്ട് തന്നെ ആകണം. കേൾക്ക, 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വന്നപ്പോൾ അവൻ കഴുതപ്പുറത്ത് ആണ് ഇരുന്നത്. പക്ഷെ ഇനി അവൻ വരുമ്പോൾ കഴുതപ്പുറത്തല്ല വരുന്നത്, സ്വർഗീയമായ വിശുദ്ധ കുതിരപ്പുറത്ത്, വെള്ള കുതിരപ്പുറത്ത്, സ്വർഗത്തിന്റെ വെള്ള കുതിരപ്പുറത്ത് കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഇനി അവൻ വെളുത്ത കുതിരപ്പുറത്ത് കർത്താവ് പ്രത്യക്ഷനാകാൻ വേണ്ടി പോകുന്നു. 2000 വർഷങ്ങൾക്കും അന്ന് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു, യൂദ യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തു, പിലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്തു, ഹെരോദാവ് യേശു കർത്താവിനെ പരിഹസിച്ചു, സ്തോത്രം, കയ്യഫാവ് യേശു കർത്താവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പക്ഷെ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ പ്രസിഡന്റുമാരാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, യുണൈറ്റഡ് നേഷൻ ആകട്ടെ, at the name of Jesus, every knee shall bow and every tongue shall confess Jesus is Lord. ഏത് മുഴങ്കാലും ഇനി യേശു കർത്താവിന്റെ മുൻപിൽ മടങ്ങി തന്നെ ആകണം. 2000 വർഷങ്ങൾക്കും അന്ന് വന്നപ്പോൾ കർത്താവ് യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ കിരീടങ്ങൾക്ക് മീതെ കിരീടം, because he is the King of Kings, he is the Lord of Lords. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യോസെഫിന്റെ ലൈഫിൽ നോക്കുമ്പോൾ യോസെഫിന്റെ കോട്ട് ഭയങ്കര ഫേമസ് ആണ്, യോസെഫിന്റെ വസ്ത്രം ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ യോസെഫിന് എത്ര കോട്ട ഉള്ളത്? യോസെഫിന് ഒരു കോട്ടല്ല ഉള്ളത്. യോസെഫിന് സ്തോത്രം 7 വസ്ത്രങ്ങളാണ് ഉള്ളത്. യോസെഫിന് 7 വസ്ത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, 7 വസ്ത്രം. വസ്ത്രം മാറുമ്പോൾ അവന്റെ സീസൺ മാറുകയാണ്. ഒന്നാമത്തെ വസ്ത്രം വീട്ടിലെ വസ്ത്രം. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 37 മുതൽ താഴേക്ക് വീട്ടിൽ വന്ന് വീട്ടിൽ പോയി വായിച്ചു ആട്ടെ. സോ വീട്ടിൽ പോയി വായിക്കുമ്പോൾ യോസെഫിന്റെ 7 വസ്ത്രങ്ങൾ നിങ്ങൾ കാണുവാൻ കഴിയും. നമ്പർ 1 ഹൗസ് കോട്ട്, വീട്ടിലെ വസ്ത്രം. എഴുതിയെടുക്ക, വീട്ടിലെ വസ്ത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വീട്ടിലെ വസ്ത്രം. സഭ്യമായി നന്നായി വസ്ത്രം ധരിച്ച് കവർ ചെയ്ത് നടക്കുന്ന ഒരു ഭവനമായിരുന്നു അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ വീട്. ആദാം പാപം ചെയ്തു, അവന്റെ വസ്ത്രം പോയി, തേജസ്സിന്റെ വസ്ത്രം ആദാമിൽ നിന്ന് മാറിപ്പോയി. സാത്താൻ ഒരു പാർട്ടി സെറ്റ് ചെയ്തു, പരിഹാസ പാർട്ടി സാത്താൻ സെറ്റ് ചെയ്തു. പക്ഷെ ദൈവം സ്തോത്രം, അത് പ്രശ്നം വന്നിട്ട് സൊല്യൂഷൻ തേടുന്നവനല്ല, പ്രശ്നത്തിന് മുൻപേ ദൈവത്തിന് പരിഹാരമുണ്ട്. നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന് ഓൾറെഡി പരിഹാരമുണ്ട്. പരിഹാരമുള്ളത് കൊണ്ടാണ് അവൻ പ്രശ്നം നിന്റെ മുൻപിൽ അനുവദിച്ചത്.
പാപം വരുന്നതിന് മുൻപേ ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. യഹൂദ ബൈബിൾ പറയുന്നു, ജൂയിഷ് ബൈബിൾ പറയുന്നു, ഒരു ആടുണ്ടായിരുന്നു. ആടവിടെ കരഞ്ഞു. അർത്ഥം കോട്ടുണ്ടാക്കിയാണ്, വസ്ത്രമുണ്ടാക്കിയാണ്. ആ ആടിനെ ദൈവം കൊന്ന് അതിന്റെ വസ്ത്രത്തെ എടുത്ത് ആദാമിനെ ഹവ്വയ്ക്കും സ്തോത്രം ആ വസ്ത്രം കൊണ്ട് കവർ ചെയ്തവർ പുറത്തേക്ക് ഇറക്കി. ആദാമിനും ഹവ്വയ്ക്കും വസ്ത്രം കൊടുത്ത് വസ്ത്രം ഇട്ട് പുറത്തേക്ക് ഇറക്കി. പിശാചിന്റെ പരിഹാസ പാർട്ടിയെ ദൈവം ക്യാൻസൽ ചെയ്തു. അബ്രഹാമിന്റെ വീടിന്റെ പ്രത്യേകതയാണ് വസ്ത്രം ധരിക്കുന്ന വീട്. ഈ ഇസഹാക്ക് കണ്ണ് കാണാതെ അവന്റെ കണ്ണ് മങ്ങിയപ്പോഴ് തന്റെ മൂത്ത മകൻ യേശാവിനെ നോക്കി പറഞ്ഞത്, നീ ഉള്ള വസ്ത്രം ഊരിയിട്ട് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നല്ല, നിന്റെ വിശേഷ വസ്ത്രം ഇട്ടിട്ട് വാ, നിന്റെ വിശേഷ വസ്ത്രം, നിന്റെ സ്പെഷ്യൽ കോട്ട് ഇട്ടിട്ട് വാ, എന്നാലേ ഈ സ്പെഷ്യൽ ബ്ലെസ്സിങ് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. യാക്കോബിന്റെ മൂത്ത മക്കൾ വസ്ത്രം മാറ്റി അവരുടെ കിടക്കെ മലിനപ്പെടുത്തിയപ്പോൾ ദൈവം അവരുടെ കിടക്കയിൽ നിന്ന് അകന്നു നിന്നു. പക്ഷേ ആ ഏറ്റവും ഇളയ ചെറുക്കൻ യോസെഫ് അവന്റെ കിടക്കയെ മലിനപ്പെടുത്താതെ അവനിതാ സ്തോത്രം കർത്താവിനോട് ചേർന്നിരുന്നു. അതുകൊണ്ട് കർത്താവ് ഉറക്കത്തിൽ അവനോട് ചേർന്ന് നിന്ന് സ്വപ്നം കൊടുത്തു. ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് നീ ചേർന്നിരുന്നാൽ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇമ്മാനുവേൽ യഹോവ ശമ്മ സ്വപ്നങ്ങളായി നിന്നോട് ചേർന്നിരിക്കും. ഒന്നാമത് വീട്ടിലെ വസ്ത്രം പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറയാം. വീട്ടിലെ വസ്ത്രം 17 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പാപ്പ 17 വയസ്സ് പ്രായമുള്ളപ്പോ അവന് സ്തോത്രം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സ്തോത്രം അവൻ വന്നിട്ട് പാപ്പ ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ആത്മീയവർദ്ധനയും പ്രബോധനവും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നതാണ് പ്രവചനം. സ്തോത്രം. ആത്മീയവർദ്ധന, പ്രബോധനം, ആശ്വാസം. മറ്റുള്ളവന്റെ ആശ്വാസം കെടുത്തുന്ന വല്ല കാര്യമാണെങ്കിൽ അമ്മാമേ നിന്റെ വാ അടഞ്ഞിരിക്കട്ടെ. വാനാറ്റമല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. സ്തോത്രം. ദൈവം പൊളിക്കുന്നവരല്ല, ദൈവം പണിയുന്നവനത്രേ. കണ്ണുപൊട്ടനായ ഇസഹാക്ക് പറഞ്ഞു, മോനെ നിന്റെ സ്പെഷ്യൽ ക്ലോത്ത് ഇട്ടിട്ട് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു 17ാമത്തെ വയസ്സിൽ ഈ ചെറുക്കൻ വന്നു പറഞ്ഞു, പാപ്പ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. 17 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. 17ാമത്തെ വയസ്സല്ല ഈ ചെറുക്കൻ സ്വപ്നം കണ്ടേ. ആര്? യോസെഫ് സ്വപ്നം കണ്ടത് 17ലാണ്. അടുത്ത് എഴുതിയെടുത്തത് നിങ്ങളുടെ മക്കളെ എല്ലായിടത്തും പറ, 17ാമത്തെ വയസ്സിലാണ് മറ്റേ മല്ലന്റെ തലയെ ദാവീദ് വെട്ടിയെടുത്തേ. 17ാമത്തെ വയസ്സിലാണ് മല്ലന്റെ തലയെ, ഗോലിയാത്തിന്റെ തലയെ ദാവീദ് വെട്ടിയെടുത്തത്. 17ാമത്തെ വയസ്സിൽ അവൻ വന്നിട്ട് പറഞ്ഞു, പാപ്പ സ്തോത്രം ഞാനൊരു സ്വപ്നം കണ്ടു. പാപ്പ അങ്ങ് ഫാസിനേറ്റഡ് ആയി. ഒരു സ്വപ്നമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ വിചാരിച്ചു സ്തോത്രം ഇതോടെ സ്വപ്നം തീർന്നെന്ന്. പാപ്പ എപ്പോഴാ സ്വപ്നം കണ്ടേ? അഥവാ നിന്റെ വലിയപ്പച്ചൻ, എൻ്റെ അപ്പൻ തന്ന അനുഗ്രഹം തിരിച്ചെടുപ്പാൻ ആഗ്രഹിച്ചപ്പോ, നിന്റെ സ്തോത്രം അങ്കിള് ഏശാവ് എന്നെ കൊല്ലാൻ കാത്തിരുന്നപ്പോ, എൻ്റെ മമ്മി മക്കളെ എവിടെയും പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് തള്ളിവിട്ടപ്പോൾ, അപ്പൻ്റെ ഹൃദയം, ചേട്ടൻ്റെ ഹൃദയം, അമ്മയുടെ ഹൃദയം, വീടിൻ്റെ വാതിൽ എല്ലാം എനിക്കതിനെ അടഞ്ഞപ്പോൾ, എല്ലാ വാതിലും അടഞ്ഞപ്പോൾ സ്വർഗം എനിക്കായി അങ്ങ് തുറന്നിട്ട്, എല്ലാ വാതിലും അടഞ്ഞപ്പോൾ സ്വർഗം തുറന്നിട്ട് ഒരു ഗോവേണി ഇറങ്ങി വന്ന. വാതിലുകൾ അടഞ്ഞുവെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളത് നിനക്ക് വേണ്ടി ദൈവകൃപയാൽ തുറക്കുകയാണ്. അവിടെ ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ദൂതന്മാർ ഇറങ്ങുന്നു എന്നല്ലേ എഴുതേണ്ടത്? പരിശുദ്ധാത്മ അങ്ങനെയല്ല എഴുതിയത്. ദൂതന്മാർ കയറുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, അവൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പനില്ല, അമ്മയില്ല, ജ്യേഷ്ഠനില്ല, ബന്ധുക്കളില്ല, ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൂതന്മാർ കയറിയത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ദൂതന്മാർ കയറിയത്, ദൂതന്മാർ ഇറങ്ങിയത്. അപ്പം പറഞ്ഞു, ഒരു സ്വപ്നമാണോടാ എന്നെ ഇത്രത്തോളം എത്തിച്ചത്. പിതാവേ, നിനക്ക് സ്വപ്നമുണ്ടെങ്കിൽ നിന്റെ കുട്ടികളിലേക്ക് ആ സ്വപ്നം വ്യാപരിക്കാൻ പോകുന്നു. മാതാവേ, നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നിന്റെ മക്കളിലേക്ക് ആ സ്വപ്നം വ്യാപരിക്കാൻ പോകുന്നു. ഇത് സീസൺ അല്ല, ഇത് ജനറേഷനിലാണ്. എല്ലാ വാച്ചും നിൽക്കട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്തോത്രം. അതെ, അതുകൊണ്ട് അപ്പൻ അവന് സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കോട്ടൺ മെനി കളർ 12 നിറത്തിലുള്ള ഒരു അങ്കി കൊടുത്തു എന്ന് തൽമൂദ് പറയുന്നു. സിംഗിൾ കളർ അല്ല, മൾട്ടി കളർ. സ്തോത്രം. എല്ലാവരും ശബ്ദം ഉയർത്തി പറ, പല നിറം. രണ്ടാമത്തെ വസ്ത്രം സ്തോത്രം വിശേഷ വസ്ത്രം.
ഒന്നാമത് വീട്ടിലെ വസ്ത്രം, രണ്ടാമത് വിശേഷ വസ്ത്രം, സ്പെഷ്യൽ കോട്ട്, കോട്ട് ഓഫ് മെനി കളേഴ്സ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു കോട്ട് ഓഫ് മെനി കളേഴ്സ്. ഒന്ന് വീട്ടിലെ വസ്ത്രം, രണ്ട് കോട്ട് ഓഫ് മെനി കളേഴ്സ്. അക്കാലത്ത് മൂന്നാമത് അടിമകളായ ആരെങ്കിലും സ്തോത്രം അടിമ ചന്തയിൽ നിൽക്കണമെങ്കിൽ അടിമ വസ്ത്രം ധരിക്കണമായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും അടിമ ചന്തയിൽ അടിമയായി നിൽക്കണമെങ്കിൽ അവൻ അടിമ വസ്ത്രം ധരിക്കണമായിരുന്നു. യഹൂദയുടെ നേതൃത്വത്തിൽ അവനെ അടിമ ചന്തയിൽ നിർത്തിയപ്പോൾ അവൻ അടിമ വസ്ത്രം ധരിച്ചു. മൂന്നാമത്തെ വസ്ത്രമാണ് അടിമ വസ്ത്രം. എടോ യോസഫേ, നീ അടിമ വസ്ത്രം ധരിച്ചിരിക്കുന്നതുണ്ടല്ലോ, ഇത് താൽക്കാലികമാ. ഇന്ന് നീ പോകുന്ന പ്രശ്നമുണ്ടല്ലോ, താൽക്കാലികമാണ്. ഒരിക്കൽ കൂടെ, ഇന്ന് നീ പോകുന്ന പ്രോബ്ലം താൽക്കാലികമാണ്. ഈ പ്രോബ്ലത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഫോർ എവറി പ്രോബ്ലം there is an expiry date. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞോട്ടെ. അറിയാതെ വന്ന പ്രശ്നം അറിയാതെ ഇറങ്ങിപ്പോകും, പക്ഷെ നീ അവിടെ തന്നെ കാണും. ഈ പ്രശ്നത്തിന് മുമ്പുള്ളതുപോലെയല്ല പ്രശ്നത്തിന് ശേഷം. ഒരിക്കൽ കൂടെ പറയാം, പ്രശ്നത്തിന് മുമ്പുള്ളതുപോലെയല്ല പ്രശ്നത്തിന് ശേഷം. വെള്ളപ്പൊക്കത്തിന് മുമ്പ് നോഹയുടെ പെട്ടകം അങ്ങ് ദൂരെ താഴ്വരയിലായിരുന്നു. ഒരിക്കൽ കൂടെ, വെള്ളപ്പൊക്കത്തിന് മുൻപ് നോഹയുടെ പെട്ടകം അങ്ങ് താഴ്വരയിൽ ആ സമനിലത്തായിരുന്നു. പക്ഷെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ അരരാത്തിന്റെ മേലെയായി. നീ പൊളിയത്തില്ല, നീ തൊലയത്തല്ല, നീ താഴോട്ടല്ല. യേശുവിന്റെ നാമത്തിൽ നിന്നെ നോക്കുന്ന എല്ലാവരും തല ഉയർത്തി നോക്കുവാൻ പോകുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. മൂന്നാമത്തെ വസ്ത്രം സ്തോത്രം അടിമ വസ്ത്രം. അവിടെ നിന്ന് അവൻ ഈജിപ്തിൽ പോയപ്പോൾ അവനൊരു ജോലി കിട്ടി. സ്തോത്രം ഫറവോന്റെ രാജധാനിയിലുള്ള അല്ലെങ്കിൽ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറയുടെ ഭവനത്തിൽ ഇവന് ജോലി കിട്ടി. അന്ന് ജോലി കിട്ടണമെങ്കിൽ സാധാ വസ്ത്രമിട്ട് അവന് നടക്കാൻ പറ്റത്തില്ല. അവനൊരു സ്തോത്രം വേലക്കാരൻ്റെ വസ്ത്രം കിട്ടി, സെർവൻ കോട്ട്. നാലാമത്തെ വസ്ത്രമാണ് സെർവൻ കോട്ട്. ഒന്നാമത്തെ വസ്ത്രം എന്താ? വീട്ടിൽ വസ്ത്രം. രണ്ടാമത്തെ വസ്ത്രം എന്താ? വിശേഷ വസ്ത്രം. മൂന്നാമത്തെ വസ്ത്രം എന്താ? അടിമ വസ്ത്രം. നാലാമത്തെ വസ്ത്രം എന്താ? വേലക്കാരൻ്റെ വസ്ത്രം. നല്ല പിള്ളേര്. ഹല്ലേലൂയ. വീട്ടിലെ വസ്ത്രം, വിശേഷ വസ്ത്രം, അടിമ വസ്ത്രം, വേലക്കാരൻ്റെ വസ്ത്രം. നിങ്ങൾ ചിലരുടെ സീസൺ അതാണ്. ഞാൻ പറയുന്ന വസ്ത്രം മാറുമ്പോൾ സീസൺ മാറുന്നു. കേട്ടോ ആമേൻ പറ. അങ്ങനെ സ്വന്തം വീട് മാറി, അടിമച്ചന്ത മാറി, സ്തോത്രം പൊട്ടക്കുഴി മാറി. പിന്നെ അവസാനം സ്തോത്രം അവൻ വന്ന് പൊത്തിഫറയുടെ ഭവനത്തിൽ വന്നപ്പോൾ വേലക്കാരൻ്റെ വസ്ത്രം ഇട്ട് അവൻ ഓടി നടക്കുകയാണ്. സംഭവം ചെറുതാണ്, പക്ഷെ ചെറുതിൽ നീ വിശ്വസനായിരിക്കെ. അവൻ ആ വീട്ടിൽ ആ വസ്ത്രമിട്ട് ഓടി നടന്ന് സകലതും ചെയ്തു. അങ്ങനെ എന്നപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു, യോസഫേ, ഞാൻ എല്ലാവരും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിട്ടു, ആരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ബൈബിൾ പറയുന്നു, അവന് സ്തോത്രം സ്വന്തം വീട് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ആവർത്തിച്ച് പറയാം, ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ഇപ്പൊ ചേച്ചി വന്നിട്ട് പറയാ, ആരുമില്ല മേഡത്തോട് കൂടെ ആരും കാണത്തില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. മേഡത്തിനോട് കൂടെ ആരും കാണത്തില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഓരോ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കണം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങില്ലാത്ത വാതിൽ എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത വഴി എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത ഓപ്പർച്യൂണിറ്റി എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത റിലേഷൻ എനിക്ക് വേണ്ട. Shut against me all the doors except the right one. Shut against me all the doors except the right one. അങ്ങില്ലാത്ത സകല ബന്ധങ്ങൾ ഉടയട്ടെ, അങ്ങില്ലാത്ത സകല വാതിലുകൾ അടയട്ടെ, അങ്ങില്ലാത്ത എല്ലാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയ കണ്ണു തുറന്നാൽ ബ്രദർ സുരേഷ് ബാബു ഈ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്കല്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മേഡം നീ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൾ കയറി ആ വസ്ത്രത്തിൽ പിടിച്ചു, അവൻ്റെ സീസൺ മാറി. അവൾ കയറി അവൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു, അവൻ ജയിലിൽ പോയി, അവൻ്റെ സീസൺ മാറി. തുണി മാറുമ്പോൾ സീസൺ മാറുകയാണ്, വസ്ത്രം മാറുമ്പോൾ സീസൺ മാറുകയാണ്. ഇപ്പം കാരാഗ്രഹത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാരാഗ്രഹത്തിൽ സ്തോത്രമാൻ വീഴുമ്പോൾ കാരാഗ്രഹ വസ്ത്രമായിരുന്നു 5ാമത്തെ വസ്ത്രം, ജയിൽ കോട്ട്. കാരാഗ്രഹ വസ്ത്രം, സ്തോത്രം. അതെ, ഹൗസ് കോട്ട്, കോട്ട് ഓഫ് മെനി കളേഴ്സ്, സ്ലേവ് കോട്ട്, സെർവന്റ് കോട്ട്, നൗ
ജയിൽ കോട്ട്, അതെ, കാരാഗ്രഹ വസ്ത്രം, 4 അടി ഉയരമുള്ളതായ ഒരു ഗുഹയായിരുന്നു. കയ്യിൽ ചങ്ങല, കാലിൽ ചങ്ങല, കഴുത്തിൽ ചങ്ങല. പക്ഷെ യോസഫിന്റെ ചങ്ങലയല്ല, അങ്ങനെയല്ലായിരുന്നു. യോസഫ് ജയിലിൽ കിടന്നത് ഗുഹയില. യോസഫിന്റെ ചങ്ങല ഭയങ്കര റഫ് ആൻഡ് ടഫ് ചങ്ങലയാ, റഫ് ആൻഡ് ടഫ് ചങ്ങല. ഒരു അരമണിക്കൂർ കിടക്കുമ്പോൾ നിങ്ങളുടെ ത്വക്ക് പൊട്ടും. ഒരു ദിവസം കിടക്കുമ്പോൾ ആഴത്തിൽ മുറിവുണ്ടാകും. ഒരാഴ്ചയാകുമ്പോൾ സെപ്റ്റിക് ആകും, പഴുപ്പുണ്ടാകും, മുറിവുണ്ടാകും. കഴുത്തിൽ ചങ്ങല, കയ്യിലെ ചങ്ങല, കാലിൽ ചങ്ങല. ശ്രദ്ധിക്കുക, പാപം ചെയ്തിട്ടില്ല, പിന്മാറ്റത്തിൽ പോയിട്ടില്ല. അവൻ ജയിലിൽ കിടക്കുക. പാപം ചെയ്തിട്ടല്ല, പിന്മാറ്റത്തിലല്ല, അവൻ ജയിലിൽ കിടക്കുക. പക്ഷെ ജയിലിൽ ഒരു കാര്യം നടന്നു. ആസ് എ ഡ്രീമർ, സ്വപ്നം കാണുന്നവനായിട്ടാണ് അവൻ ജയിലിൽ കയറിയത്. പക്ഷെ കഴുത്തിൽ പഴുപ്പും മുറിവും ഒക്കെ കിടക്കുക, കയ്യിലും പഴുപ്പും മുറിവും ഒക്കെയാ, കാലിന് പഴുപ്പും മുറിവും പൊടിയും ഒക്കെയാ. ഒരു നേരത്തെ ആഹാരമേ കിട്ടത്തുള്ളൂ. ചിന്തിച്ചു ആട്ടെ, എത്ര വർഷം അവിടെ കിടന്നെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടതയാണ് 30ാമത്തെ വയസ്സ് വരെ തുടർന്നു. 13 വർഷം. എത്ര നാൾ അവൻ ജയിലിൽ കിടന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കഴുത്തിൽ ചങ്ങല, കയ്യിൽ ചങ്ങല, കാല് ചങ്ങല. സ്തോത്രം. ചങ്ങല അവനിൽ കുടുങ്ങിയെന്നാ 105-ാം സങ്കീർത്തനം പറയുന്നത്. ചങ്ങല അവനിൽ കുടുങ്ങിയെന്ന് 105-ാം സങ്കീർത്തനം പറയുന്നു. അർത്ഥം, സ്തോത്രം, മുറിവുണ്ടായി, ആഴത്തിൽ പഴുപ്പുണ്ടായി, ചങ്ങല യവനിൽ അങ്ങ് ഒട്ടിച്ചേർന്നു. ചങ്ങല ബിക്കം ദ പാർട്ട് ഓഫ് ഹിസ് ബോഡി. ഇതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ചങ്ങല ബിക്കം ദ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഈ ദുഃഖം എന്നും കൂടെ ഇരിക്കും, ഈ കണ്ണുനീരെന്നും കൂടെ ഇരിക്കും, ഈ ഒഴിവെന്നും കൂടെ ഇരിക്കും, ഈ ഈ അപമാനം എന്നും കൂടെ ഇരിക്കും. അങ്ങനെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ കാരാഗ്രഹത്തിൽ നീ കയറിയത് പോലെയല്ല ഇറങ്ങാൻ പോകുന്നേ. കാരാഗ്രഹത്തിൽ കയറിയത് പോലെയല്ല നീ ഇറങ്ങാൻ പോകുന്നത്. ഞാൻ തെളിയിക്കാം. സ്തോത്രം. ആസ് എ ഡ്രീമർ ജോസഫ് വെന്റ് ഇൻ ടു ദ പ്രിസൺ. സ്വപ്നക്കാരനായിട്ടാണ് അവൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്നത്. അവൻ സ്വപ്നക്കാരനായി കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ കൂടെ കിടന്ന 2 പേരിൽ സ്വപ്നത്തിന്റെ ഇമ്പാർട്ടേഷൻ വ്യാപരിച്ചു. സ്വപ്നക്കാരൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോ സ്തോത്രം, കൂടെ കിടന്ന് ഇടതും വലതും ഉള്ളവൻ അവരും സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി. 2 സ്വപ്നത്തെ അവൻ വ്യാഖ്യാനിച്ചു. He started interpreting their dreams. കൊള്ളാലോ, അപ്പന്റെ വീട്ടിൽ വെച്ച് ഈ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നില്ല, പൊട്ടക്കിണറ്റിലില്ലായിരുന്നു, അടിമച്ചന്തയിലില്ലായിരുന്നു, പൊത്തിപ്പറയുടെ വീട്ടിലില്ലായിരുന്നു. ഈ ഇന്റർപ്രിട്ടേഷൻ എപ്പോഴാണ് കിട്ടിയത്? അത് എന്റെ കഷ്ടകാലത്താണ്. come on, hallelujah. എൻ്റെ കഷ്ടകാലത്താണ് ഈ പകർച്ച എൻ്റെ മേൽ അയച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, come on church, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഇംപാർട്ടേഷൻ പകർച്ച ദൈവം നൽകുന്നത് നീ പൊട്ടിച്ചിരിക്കുന്ന ദിവസങ്ങളല്ല, പലപ്പോഴും പൊട്ടി കരയുമ്പോഴാണ്. സ്തോത്രം. നോക്ക്, നീ ഒറ്റപ്പെടുമ്പോൾ, നീ കാരാഗ്രഹത്തൊല്ലത്തപ്പെടും. അവിടെ പാരൻസ് ഇല്ല, അവിടെ സഹോദരങ്ങളില്ല, അവിടെ പ്രിയപ്പെട്ടവരില്ല, അവിടെ സ്തോത്രം, അതേ നിശബ്ദതയാണ്. നിന്റെ ജീവിതത്തിന്റെ നിശബ്ദതയിലാണ് ഏറ്റവും വലിയ പകർച്ച നിന്റെ ജീവിതത്തിൽ നൽകുന്നത്. സ്തോത്രം. വീട്ടിൽ പോയി ധ്യാനിക്കും, ഒരു ദൂത് പറഞ്ഞേച്ചു പോകാം. എല്ലാ ശക്തന്മാരും വന്നത് ലൈഫിന്റെ സൈലൻസിൽ നിന്നാണ്. ദൈവത്തിന്റെ ടൊർണാഡോസ് പുറപ്പെട്ടത്. കേട്ടവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യോസെഫ് പ്രധാനമന്ത്രിയായത്, മോനെ, യോസെഫ് പ്രധാനമന്ത്രിയായത് അപ്പന്റെ വീട്ടിലെ സ്വപ്നം കൊണ്ടല്ല, കാരാഗ്രഹത്തിൽ നിന്ന് ലഭിച്ചതായ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരാഗ്രഹത്തിൽ വെച്ച് അവന് ലഭിച്ചതായ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടാണ്. കാരാഗ്രഹത്തിൽ വെച്ച് അവൻ പ്രാപിച്ചതായ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് അവൻ പ്രധാനമന്ത്രിയായെങ്കിൽ നീ പൊട്ടിക്കരയുന്ന, നീ കണ്ണുനീരൊഴുക്കുന്ന, നീ ഒറ്റപ്പെട്ട, നീ തകർന്നതായ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ സമയം കൊണ്ട് ദൈവകൃപയാൽ നീ ഉയരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. സ്തോത്രം. അവന് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു, പക്ഷെ മറ്റോ മറന്നുപോയി. നമ്മുടെ നന്മ അനുഭവിക്കുന്നതും പലരും മറന്നുപോകും. നിങ്ങളുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന പലരും മറന്നുപോകും. സ്തോത്രം. ശുശ്രൂഷ അനുഭവിച്ച് അവന് അങ്ങ് ദുബായിൽ പോയി, അവൻ US പോയി. പക്ഷേ ഞാനിവിടെ എത്തിയെന്ന് പോലും തിരിച്ചു പറയാത്തതുപോലെ പാനപാത്രവാഹകൻ മേലെ എത്തി. പക്ഷേ സ്തോത്രം, അവൻ മറന്നുപോയി. പക്ഷെ അത് ദൈവത്താൽ സംഭവിച്ചതാ. മോനെ ഒന്നേടാ. സ്തോത്രം. അത് ദൈവത്താൽ സംഭവിച്ചതാ. ഇതാ യോസെഫ് എന്ന് വെച്ചോ, ഞാൻ പാനപാത്രവാഹകൻ എന്ന് വെച്ചോ. വാ, ധൈര്യമായി നിൽക്ക്. സ്തോത്രം. അതാണ് യോസെഫ്. ഞാൻ പാനപാത്രവാഹകൻ. ഞാൻ സ്തോത്രം ഫറവോനോട് റെക്കമെൻഡ് ചെയ്ത് തക്ക സമയത്ത് ഓർത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്തെങ്കിൽ ഞാൻ പറയും, ഡാ ചെറുക്ക യോസെഫേ, നീ എൻ്റെ മുൻപിൽ വരല് കേട്ടോ.
സ്തോത്രം. അതെ, നീ എൻ്റെ പിൻപിൽ നിന്നാ മതി. എന്നാൽ തമ്പുരാൻ പറയും, നീ ഒരുത്തൻ്റെ നിഴലായി നിൽക്കേണ്ടവനല്ല. നീ ഒരുത്തൻ്റെ എക്കോയല്ല. നിന്റെ പേരിൽ ഒരു അനുഗ്രഹമുണ്ട്, നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. ഏറ്റെടുക്ക. നിന്റെ പേരിൽ ഒരു അനുഗ്രഹമുണ്ട്, നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരെ തൊട്ട് പറയാം, എൻ്റെ റാങ്ക് മാറുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ റാങ്ക് മാറുകയാണ്, എൻ്റെ റാങ്ക് മാറുകയാണ്. ഞാൻ കോമ്പറ്റീഷന് പോകുന്നില്ല, ഞാൻ കുതികാൽ വെട്ടാൻ പോകുന്നില്ല, ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ഞാൻ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നില്ല. എന്നെ അയാൾ വളർത്തുന്നില്ല, എന്നെ ആരും വളർത്തുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഇരിക്കുന്നിടത്ത് ഞാൻ വിശ്വസതയോടെ ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന ദൈവം നല്ലവനെന്ന് പറയുമ്പോൾ, മിണ്ടാതിരുന്ന ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് ഉയർച്ച വരുന്നത് തെക്ക് നിന്നല്ല, വടക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, സ്വർഗത്തിലെ ദൈവമാണ് എന്നെ ഉയർത്തുന്നത്. കമോൺ, ദൈവം എന്നെ ഉയർത്തുമെന്ന് പറയുന്നത് എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ദൈവമാണ് എന്നെ ഉയർത്തുന്നത്. നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ നീതി സൂര്യൻ ഉദിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ നീതി സൂര്യൻ ഉദിക്കുന്നു. Your season is changing. Hallelujah. Hallelujah. പാനപാത്രവാഹൻ ഓർത്തു മോനെ, പാനപാത്രവാഹൻ ഓർത്തു. Are you following what I'm saying? സ്തോത്രം. അതെ, പാനപാത്രവാഹൻ ഓർത്തു, മറന്നുപോയ പാനപാത്രവാഹൻ ഓർത്തു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ഈ മെമ്മറിയെ ദൈവം ആക്ടിവേറ്റ് ചെയ്യുകയാണ്. മെമ്മറിയെ ദൈവം ആക്ടിവേറ്റ് ചെയ്യുകയാണ്. മെമ്മറിയെ ദൈവം ആക്ടിവേറ്റ് ചെയ്യുന്നു. റൈറ്റ് കണക്ഷൻസ് ആർ ഗോയിങ് ടു കം. റൈറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു റിമെമ്പർ യു. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പാനപാത്രവാഹകൻ ഓർത്തപ്പോഴേക്കും ഇതാ ഒരു ചെറുക്കനുണ്ട്, അവനിതാ കാരാഗ്രഹത്ത് കിടക്കുക. എത്ര വർഷമായെന്ന് അറിയത്തില്ല. കഴുത്തിൽ ചങ്ങലിയാണ്, കയ്യിൽ ചങ്ങലിയാണ്, കാലിൽ ചങ്ങലിയാണ്, പഴുപ്പാണ്, മുറിവാണ്, സെപ്റ്റിക്കാണ്, ആഴത്തിൽ മുറിവാണ്. ചങ്ങല മുറിച്ച് വലിച്ചെടുത്തപ്പോൾ അയ്യോ, മുറിവാ, പുതിയ മുറിവാ, പുതിയ മുറിവാ, പുതിയ മുറിവാ. എടാ, പുതിയ മുറിവ് ഉണ്ടാകുന്നെങ്കിൽ പുതിയ വാതിൽ തുറക്കുകയാണ്. കാരാഗ്രഹത്തിന്റെ അടഞ്ഞ വാതിൽ, കാരാഗ്രഹത്തിന്റെ അടഞ്ഞ വാതിൽ തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും ഇനി ഞാൻ പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞവർ യേശുവിന്റെ നാമത്തിൽ സൂപ്പർനാച്ചുറലി വിത്ത് ദ പ്രൊമോഷൻ യു ആർ ഗോയിങ് ടു കം ഔട്ട്. With the promotion you are going to come out. With the promotion you are come out. Oh, hallelujah. Maybe I'm a defeated preacher today, but I'm the victorious prophet for tomorrow. Promises are the voice of for your tomorrow. നിന്റെ ഭാവിക്കുള്ള ശബ്ദമാണ് വാഗ്ദത്തം. കർത്താവ് പറയുന്നു, ഇതുവരെ പുറത്തു വരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ പ്രൊമോഷനോടെ നീ പുറത്തു വരുന്നു. അവൻ യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ജയിലറോട് പറഞ്ഞേനെ, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജയിലറോട് പറഞ്ഞേനെ, ജയിലറെ സല്യൂട്ട് ചെയ്യണോ, അവനെ സല്യൂട്ട് ചെയ്യ്. അതെന്തിനാ സല്യൂട്ട് ചെയ്യുന്നേ? എടാ, 24 മണിക്കൂറിനുള്ളിൽ യവൻ പ്രധാനമന്ത്രിയാ. അർത്ഥം, നീ ആരെന്ന് ഇതുവരെ നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. നീ ആരെന്ന് ഇതുവരെ നിന്റെ ചർച്ചിന് അറിയത്തില്ല. ഓ കമോൺ, കേട്ടവർ ആമേൻ പറ. നീ ആരെന്ന് ഇതുവരെ നിന്റെ ദേശത്തിന് അറിയത്തില്ല. നിനക്ക് പോലും നീ ഒരു സർപ്രൈസ് ആകാൻ പോവാ. നിനക്ക് പോലും നീ ഒരു സർപ്രൈസ് ആകാൻ വേണ്ടി പോകുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന് തോന്നിയിട്ടില്ലാത്തത് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഈവൻ ഫോർ യുവർസെൽഫ് യു ആർ ഗോയിങ് ടു ബി എ സർപ്രൈസ്. കയ്യിൽ മുറിവ്, കഴുത്തിൽ മുറിവ്, കാലിൽ മുറിവ്. സ്തോത്രം. അവനെ ക്ഷൗരം ചെയ്ത് അവന്റെ വസ്ത്രം മാറി. അടുത്തിരിക്കുന്നവർ നോക്കി പറ, വീണ്ടും വസ്ത്രം മാറുക. പെട്ടെന്ന് പറ, വീണ്ടും വസ്ത്രം മാറുക. ഇപ്പൊ ഈജിപ്ഷ്യൻ ക്ലോത്ത്, ഇപ്പോ ഈ മിസ്രൈമിയ വസ്ത്രം ധരിപ്പിച്ചു. മലയാള ബൈബിൾ പറയുന്നു ഈ മിസ്രൈമിയ വസ്ത്രം, വീട്ടിലെ വസ്ത്രം, പിന്നെ വിശേഷ വസ്ത്രം, പിന്നെ അടിമ വസ്ത്രം, പിന്നെ വേലക്കാരന്റെ വസ്ത്രം, കാരാഗ്രഹ വസ്ത്രം, 6ാമത്തെ വസ്ത്രം ഈജിപ്ഷ്യൻ ക്ലോത്ത്, മിസ്രൈമിയ വസ്ത്രം. മിസ്രൈമിയ വസ്ത്രം ധരിച്ച് ക്ഷൗരം ചെയ്ത് അവൻ ആ സ്റ്റെപ്പ് കയറുകയാണ്. കയ്യിലും കാലും മുറിവുണ്ടല്ലോ, സാരമില്ല, മുറിവേറ്റെങ്കിലും ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചവനാ. ഞാൻ മുറിവേറ്റു, പക്ഷെ ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചവനാണ്. ഞാൻ തോറ്റെന്ന ഏതവനൊക്കെ പറഞ്ഞത്, ഏതോ അപവാദം പറയുന്ന ലൂസിഫറിന്റെ കുട്ടിച്ചാത്തന്മാർ പറഞ്ഞ ഞാൻ തോറ്റെന്ന. പക്ഷെ ആ പറഞ്ഞവന്റെ ഭൂതം എന്റെ ഷൂസിന്റെ കീഴില. ഞാൻ തോറ്റവനല്ല, ഞാൻ ജയിച്ചവനാ. ഫറവോനെ, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ സഭയ്ക്ക് പറവാൻ ദൂതുണ്ട്. ഒരിക്കൽ കൂടെ, ഫറവോനെ, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ സഭയ്ക്ക് പറവാൻ ദൂതുണ്ട്. മുഖ്യമന്ത്രിയെ, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചർച്ചിന് പറയാൻ പ്രൊഫസിയുണ്ട്.
ഒന്നും തിന്മയ്ക്കല്ലടാ, ഒന്നും തിന്മയ്ക്കല്ല. നിന്റെ കണ്ണുനീര് തിന്മയ്ക്കല്ല, നിന്റെ ഒറ്റപ്പെടൽ തിന്മയ്ക്കല്ല, നീ കേട്ട അപവാദം തിന്മയ്ക്കല്ല, നീ അനുഭവിച്ച മുറിവുകള് തിന്മയ്ക്കല്ല, മറ്റുള്ളവർ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് തിന്മയ്ക്കല്ല, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയത് തിന്മയ്ക്കല്ല, മറ്റുള്ളവർ നിനക്ക് തന്നെ നെഗറ്റീവായി സംസാരിച്ചത് തിന്മയ്ക്കല്ല. ദാ ഫറവോന്റെ മുൻപിൽ നീ നിൽക്കുകയാണ്. പല സീസൺ മാറി, വീട്ടിലെ സീസൺ മാറി, ഓ പൊട്ടക്കിണറിന്റെ സീസൺ മാറി, കാരാഗൃഹത്തിന്റെ സീസൺ മാറി, പൊത്തിഫറയുടെ വീടിന്റെ സീസൺ മാറി, അടിമച്ചന്തയുടെ സീസൺ മാറി. ഞാൻ നിർത്തി ഫറവോന്റെ മുൻപിൽ നിന്ന് രാജ്യത്തിന്റെ ദൂത് പറയുമ്പോ, ഫറവോന്റെ മുൻപിൽ നിന്ന് രാജ്യത്തിന്റെ ദൂത് പറയുമ്പോ, ഏഴാമത്തെ വസ്ത്രം, ഓ റോയൽ ഗവൺമെന്റ്, സ്തോത്രം, റോയൽ ഗവൺമെന്റ്, രാജവസ്ത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, രാജവസ്ത്രം, രാജവസ്ത്രം. സ്തോത്രം. ഫറവോൻ അവന്റെ മേലിട്ടു രാജവസ്ത്രം, അവന്റെ മേലിട്ടു. കേട്ടവർ ആമേൻ പറഞ്ഞേ. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് സ്തോത്രം, അതെ, ഈ ദൂത് തീരത്തില്ല. രാജവസ്ത്രം മാത്രമല്ല മക്കളെ, രാജവസ്ത്രം മാത്രമല്ല, അവന്റെ മേൽ ഒരു സരപ്പള്ളി കിട്ടു. വടിമീ സരപ്പള്ളി, മനസ്സിലായവരെ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഞാൻ ഇങ്ങോട്ടാ നോക്കിയത്. സരപ്പള്ളി, വടിമീ സരപ്പള്ളി, നെക്ലസ്. യെസ്, ഒരാളെങ്കിലും അറിയാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നോക്ക്, സോ സരപ്പള്ളി, സരപ്പള്ളി മീൻസ് നെക്ലസ്, രാജാവിന്റെ നെക്ലസ്, രാജാവിന്റെ നെക്ലസ്, രാജാവിന്റെ നെക്ലസ് അവന്റെ മേൽ ഇട്ടു. രാജവസ്ത്രം ഇട്ടു, അവന്റെ പേര് സരപ്പള്ളിയും ഇട്ടു. രാജവസ്ത്രം ഇട്ടു, സരപ്പള്ളിയും ഇട്ടു. അതിന്റെ അർത്ഥം ഇതാണ്, യവന്റെ മേൽ സരപ്പള്ളിയുണ്ട്, യവന്റെ മേൽ കിങ്സ്, രാജാവിന്റെ നെക്ലസ് ഉണ്ട്. അർത്ഥം, ആരും ഇനിമേലാൽ അവനെ ഉപദ്രവിക്കല്ലേ. ആരും അവനെ മേലാൽ ഉപദ്രവിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ, ആരും അവനെ ഇനി മേലാൽ ഉപദ്രവിക്കല്ലേ. അർത്ഥം, നിന്റെ ഉപദ്രവത്തിന്റെ കാലം കഴിഞ്ഞു പോയി. യെസ് 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 യെസ്. ആരെങ്കിലും കരങ്ങൾ അടിച്ച് തുള്ളിച്ചാടുവെന്നാ ഞാൻ വിചാരിച്ചേ. നിന്റെ ഉപദ്രവത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞു പോയി. വീട്ടിലെ വസ്ത്രം, വിശേഷ വസ്ത്രം, കാരാഗ്രഹ വസ്ത്രം, വീട്ടിലെ വസ്ത്രം, വിശേഷ വസ്ത്രം, അടിമ വസ്ത്രം, വേലക്കാരന്റെ വസ്ത്രം, കാരാഗ്രഹ വസ്ത്രം, മിശ്രേമിയ വസ്ത്രം, ഒടുവിൽ രാജവസ്ത്രം. കുട്ടി, നിന്റെ വീട്ടിൽ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഭാവി ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കൂടെ പഠിച്ച ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ഒരു ഭാവി ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ബന്ധുക്കൾക്ക്, നിന്റെ നാട്ടുകാർക്ക് ചിന്തിച്ചെത്തിപ്പിടിപ്പാൻ കഴിയാത്തതായ ഒരു ഭാവി നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആദിവേണ്ട ആശ്രയമേതാ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദിവേണ്ട ആശ്രയമേതാ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും
എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ. Come on in Jesus name. Yes, 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 yes. കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ദൈവകൃപയാൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. Come on, ശബ്ദം ഉയർത്തി. കുഞ്ഞെ, നീ ചുമക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദേവദാസനെ, നീ ചുമക്കുന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗം നിന്റെ മിത്രങ്ങൾക്ക് മാത്രമല്ല, നിന്റെ ശത്രുക്കൾക്ക് പോലും അത് ബെനിഫിറ്റ് ആണ്. ഒരിക്കൽ കൂടെ, നിന്റെ മിത്രങ്ങൾക്ക് മാത്രമല്ല, നിന്റെ ശത്രുക്കൾക്ക് പോലും നിന്റെ നിയോഗം ബെനിഫിറ്റ് ആണ്. യോസഫ് രാജ്യങ്ങൾക്ക് വിളമ്പുമ്പോൾ ഒരു ദിവസം ഇൻഫർമേഷൻ വന്നു. സർ, യു ഹാവ് സം ഇന്റർനാഷണൽ ഗസ്റ്റ്. യു ഹാവ് സം ഇന്റർനാഷണൽ ഗസ്റ്റ്. എവിടെ നിന്ന്? അമേരിക്കയിൽ നിന്നല്ല, കാനാനിൽ നിന്ന്. റിയലി റിയലി എവിടെന്നാ? കനാനിന്നോ? റിയലി കനാനിന്നോ? ഞാൻ വന്ന കനാനിന്നോ? പുറത്ത് പറഞ്ഞില്ല, ഉള്ളി പറഞ്ഞു കനാനിന്നോ. ഓക്കെ, ബാക്കി എല്ലാവരും പിന്നെ കാണാം. ആ കനാൻകാരെ മുന്നിലേക്ക് വിട്ടേ. അപ്പോ ഇവരെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവരാണ് തള്ളിയവരും ഉന്തിയവരും, സ്തോത്രം, വസ്ത്രം ഊരിയെടുത്തവരും വിറ്റവരും എക്സ്പോർട്ട് ചെയ്തവരും ഇവരാണ്. രൂബൻ, ശിമയോൻ, ലേവി, യഹൂദ, നഫ്താലി, എല്ലാം വരികയാ. 13 വർഷത്തെ മിസറിയാണ്, സ്തോത്രം, 13 വർഷത്തെ കഷ്ടതയാണ് ഈ യോസഫിന് ഉണ്ടായത്. കാരണം ചിലരോടുള്ള കയ്പ്, ചിലരോടുള്ള പക ഇന്ന് പകല് വിട്ടുകളയണം. ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മളെ കരയിപ്പിച്ചവന്റെ കണ്ണുനീര് തുടങ്ങുകയാണ്. ഏറ്റവും ബെസ്റ്റ് ഹോബി ഫുട്ബോൾ അല്ല, ക്രിക്കറ്റ് അല്ല, നമ്മളെ കരയിപ്പിച്ചവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഹോബി. ഞാൻ ആ പകർച്ച ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കർത്താവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യോസഫിന്റെ വയറ് നിറച്ചു, യോസഫിന്റെ ചാക്ക് നിറച്ചു. യെസ് കർത്താവ്, എനിക്കത് കാണുമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. ആ കരങ്ങൾക്ക് ഉയർത്തി എല്ലാവരും മുന്നിൽ വന്നാടെ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നത തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നത തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധവാൻ. നോക്കിയേ ഷെഖേം. ഞാൻ പറഞ്ഞു ഷെഖേം, പുതിയ നിയമത്തിൽ എൻ്റെ പേര് ശമരിയ, ഇന്നത്തെ പേര് വെസ്റ്റ് ബാങ്ക്. 17 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ. അപ്പൻ പുതിയ വസ്ത്രം കൊടുത്തു. 4 പേരെ കാണിക്കണമെന്ന് ആർക്കായാലും ആഗ്രഹം കാണും. സോ ആ വസ്ത്രം ഇട്ട് 4 പേരെ കാണിച്ച് ഷൈൻ ചെയ്ത് ഇങ്ങനെ നടന്നു വന്നപ്പോ അവനെ കവർ ചെയ്യേണ്ടവർ അവനെ എക്സ്പോസ് ചെയ്തു. അവന്റെ മുറിവ് കെട്ടേണ്ടവർ അവനെ മുറിച്ചു. അവനെ ചേർത്ത് പിടിക്കേണ്ടവർ അവനെ തള്ളി. അവനെ ഉയർത്തേണ്ടവർ ആ കുഴിയിലേക്ക് തള്ളി. ബൈബിൾ പറയുന്നു, കേക്ക്, എനിക്കിതിങ്ങനെ മണിക്കൂറോളം പറഞ്ഞു പോകാൻ പറ്റും. ഷെഖേമിൽ അതൊരു പൊട്ടക്കിണറായിരുന്നു. വചനമെന്ന വെള്ളമില്ലെങ്കിൽ നിന്റെ പേര് പൊട്ടക്കിണറാ. എന്നാൽ ഈ പുൽപ്പറ്റിൽ വെളിപ്പെട്ടിരിക്കുന്ന ഉറവയ്ക്കായ സ്തോത്രം. വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ വസ്ത്രം ചേട്ടന്മാർ ഊരിയെടുത്തപ്പോ അർത്ഥനഗ്നനായി അവനവിടെ കിടന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു. ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ച്, സാരമില്ല കേട്ടാ, കർത്താവ് നടത്തും. ഇന്നിങ്ങനെ പോലും ഒന്ന് പിടിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്. അവനെ പൊട്ടക്കിണറ്റിൽ കിടന്ന്, ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഒറ്റയ്ക്ക് കരഞ്ഞപ്പോ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, അപ്പൻ യാക്കോബ് ആരും കേട്ടില്ല. പക്ഷെ എൽ റോയ്,
കേൾക്കേണ്ടവൻ കേട്ടു. എൽ റോയ്, കേൾക്കേണ്ടവൻ കേട്ടു. അവൻ അവിടെ നിന്ന് പൊക്കി അന്യദേശത്തേക്ക് വിറ്റു. ആ പൊട്ടക്കിണറിന് എന്തു സംഭവിച്ചു? നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പോ. നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്ക് തരൂ. പറ്റാത്ത ഉറവാ. ആ കിണറിന്റെ അരികിലേക്ക് വരുമ്പോ ആ കിണറിന്റെ പേര് യാക്കോബിന്റെ കിണർ. യാക്കോബിന്റെ കിണർ. അപ്പൊ ഇങ്ങനെ ഒരു കിണർ പണ്ടില്ലായിരുന്നല്ലോ. അതെ, ആ ചെറുക്കൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞ കിണറായത്. ആ ചെറുക്കൻ ഒറ്റയ്ക്ക് കിടന്ന് എക്സ്ക്യൂസ് മീ ആ ചെറുക്കൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞ ആ കുഴിയാത്. ചെറുക്കൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞപ്പോ ഞാനതിന്റെ ദൈവം പറയും, ഞാനതിന്റെ ഉറവകളെ തുറന്നു. ഞാനതിന്റെ ഉറവകളെ തുറന്നു. ആ ചെറുക്കൻ ഒറ്റയ്ക്ക് കരഞ്ഞപ്പോ ഞാനതിന്റെ ഉറവകളെ തുറന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പോവാ. പക്ഷെ ഈ ദൂത് പോകത്തില്ല. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ കോൺഗ്രിഗേഷന്റെ എല്ലാ ഭാഗത്തും ഉറവകളെ തുറക്കണം. രണ്ട് കരങ്ങളെ ഉയർത്തി പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അങ്ങയുടെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. ഇവരിൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ ശക്തികളെ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. സകല ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സകല ആർത്രൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സകല ഭയങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ബ്ലാക്ക് മാജിക് ശക്തികൾ ഉയർത്തെഴുന്നേറ്റ നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ തകർന്നു മാറട്ടെ. സകല ഇരുളിന്റെ വ്യാപാരങ്ങൾ നസ്രേന യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദേഹിയിൽ ആത്മാവിൽ വ്യാപരിക്കുന്ന സകല മുഖങ്ങളും സകല ചങ്ങലകളും നസ്രേന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. Come out in Jesus' name. Come out in Jesus' name. Come out in Jesus' name. വിടുതലിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, ബലത്തിനായി സ്തോത്രം, ഈ ദൂത് നിറവേറുന്നതിനായി സ്തോത്രം. അവിടെ സീസൺ മാറുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി മുതൽ ഇവിടെ സീസൺ മാറുമാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും ആരക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.